الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل توب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا تكونوا كالذين أوتوا الكتاب فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ബഹുമാനരായ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങൾ ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കപ്പെടണം എന്ന് നിർബന്ധമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അവനവൻ്റെ വ്യക്തി സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ ആരോഗ്യമുള്ള കാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ശരീരത്തിന് നല്ല യുവത്വമുള്ള കാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെയുള്ളൊരു ബോധത്തോടുകൂടെ അത്യധ്വാനം ചെയ്യുന്നവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ചതാണ്. നമ്മളൊരു മണിക്കൂർ മാറി നിന്നാൽ നമ്മുടെ സ്ഥാപനം എന്താകും എന്നൊരാശങ്ക, നമ്മളൊരു 4 ദിവസം നാട്ടിൽ നിന്ന് വിട്ടുനിന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നൊരാശങ്ക, നമ്മുടെ ജോലികളുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളുടെ, കടമകളുടെ, കർത്തവ്യങ്ങളുടെ വലിപ്പം കൊണ്ട്, അതിൻ്റെ വ്യാപ്തി കൊണ്ട് ഒരു ദിവസത്തിൽ പലപ്പോഴും 24 മണിക്കൂർ എനിക്ക് തികയുന്നില്ലല്ലോ എന്ന് നമ്മളോട് തന്നെ പരാതി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് നമ്മൾ ഈ തിരക്ക് കാണിക്കുന്നത്? എന്തിനാണ് ഈ സമയമൊക്കെ ചെലവഴിക്കപ്പെടുന്നത്?
അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ ഒരു മിനിറ്റ് സമയം ചോദിക്കുന്ന, ഒരു മണിക്കൂർ സമയം ചോദിക്കുന്ന, ഒരു ദിവസം സമയം ചോദിക്കുന്ന സാഹചര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങളിൽ ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. 3 സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ സമയം ചോദിക്കും. ഖുർആൻ പറയുന്നത് ആ 3 സന്ദർഭങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. ഒരുപാട് സമയങ്ങൾ പലതിനും വേണ്ടി ചെലവഴിക്കുന്ന നാം ഇന്ന് രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെ നമ്മുടെ സമയം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണം, നമുക്ക് താല്പര്യമുള്ള ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു മടിയും പ്രയാസവും കാണിക്കാത്ത നാം, കോഴിക്കോട് പട്ടണത്തിൽ അന്താരാഷ്ട്ര ക്ലബ്ബുകൾ വന്ന് കളി നടക്കുമ്പോൾ ആ മത്സരം നേരിട്ട് കാണാൻ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമാകുന്ന നാം, നമ്മളെല്ലാം അടങ്ങുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയും കുറച്ചുകൂടെ സമയം വേണം എന്ന്. പരിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിൽ 99 100 ആയത്തുകൾ നിങ്ങൾ പ്രത്യേകം മനസ്സിൽ എഴുതി വെക്കണം. പരിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99 100 ആയത്തുകൾ. ഖാല റബ്ബിർജിഊൻ, 100% ഞാൻ മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് മനുഷ്യരിൽ ചില ആളുകൾ പറയുന്ന വാക്കാണ് റബ്ബിർജിഊൻ, അല്ലാഹു എന്നെ മടക്കണേ, കുറച്ചുകൂടെ സമയം എനിക്ക് നൽകണേ. രണ്ടാമതൊരു സന്ദർഭം മരണപ്പെട്ട് പരലോകത്തെത്തി വിചാരണയെ അഭിമുഖീകരിക്കാനുള്ള സന്ദർഭത്തിൽ വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, അള്ളാഹിന്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് കുറ്റവാളികൾ വന്നു നിൽക്കും. എന്നിട്ട് അവർ പറയും അള്ളാഹുവിനോട് റബ്ബന അബ്സർന വസമിഅന ഫർജിഅന, അള്ളാഹു ഞങ്ങളെല്ലാം കണ്ടു, എല്ലാം കേട്ടു, മനസ്സിലായി, ബോധ്യപ്പെട്ടു. ഇന്നാ മൂഖിനൂൻ, ഞങ്ങളുടെ വിശ്വാസത്തിന് ഇപ്പം നല്ല ഉറപ്പുണ്ട്. മൂഖിനൂൻ എന്ന് പറഞ്ഞാൽ യഖീനുള്ളവരാണ്, ഞങ്ങൾ നല്ല ഉറപ്പുള്ള ആളുകളാണ്. ഈ പറയപ്പെട്ട പരലോകവും സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം ഇന്നാ മൂഖിനൂൻ, നല്ല ബലമുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഫർജിഅന, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് മടക്കി അയച്ച് കുറച്ചുകൂടെ സമയം ഞങ്ങൾക്ക് അനുവദിക്കുമോ. അതാണ് രണ്ടാമത്തെ സന്ദർഭം, മരിക്കുന്ന സമയം, വിചാരണയുടെ തൊട്ട് മുമ്പ്. മൂന്നാമതായി വിചാരണ കഴിഞ്ഞ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ സന്ദർഭം ഞാൻ പറഞ്ഞത് 32-ാം അധ്യായം സൂറത്ത് സജദയിലെ 12-ാമത്തെ ആയത്താണ്. വിചാരണയുടെ തൊട്ട് മുമ്പ് അള്ളാഹുവിനോട് സമയം ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സജദ 12-ാമത്തെ ആയത്താണ്. മൂന്നാമത്തെ സന്ദർഭം നരകത്തിൽ എറിയപ്പെട്ട ആളുകൾ നരകത്തിൽ കടന്നുകൊണ്ട് വഹും യസ്തരിഖൂന ഫീഹ, അതിൽ കടന്നുകൊണ്ട് അട്ടഹസിക്കും, അവർ നിലവിളിക്കും റബ്ബന അഖ്രിജ്ന, അല്ലാഹുവേ ഞങ്ങൾ നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നീ ഞങ്ങളെന്ന് പുറത്തെടുക്കുമോ എന്നവർ ചോദിക്കും. ഈ 3 സന്ദർഭങ്ങളിലും എന്തിനാണ് സമയം ചോദിക്കുന്നത് എന്ന് മനുഷ്യർ പറയും. എന്തിനാ സമയം ചോദിക്കുന്നത് അത് നമ്മൾ പറയും, മനുഷ്യൻ പറയും അവൻ്റെ നാവ് കൊണ്ട്. ഒന്നാമത്തെ സന്ദർഭത്തിൽ എന്താ പറയാന്നോ, അല്ലാഹുവേ റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ, നീ എനിക്ക് കുറച്ചുകൂടെ സമയം തന്നാൽ ഞാൻ അമലു സ്വാലിഹാത്ത് ചെയ്തു കൊള്ളാം. എന്താ പറഞ്ഞേ, അല്ലാഹു നീ എനിക്ക് കുറച്ചുകൂടെ സമയം തന്നാൽ, ഇപ്പം മരിപ്പിക്കാതെ നീ എന്നെ കുറച്ചുകൂടെ അനുവദിച്ചാൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ദിവസം കൂടെ, എൻ്റെ ചെറിയ മക്കളോടൊത്ത് ഞാനൊരു ദിവസം കൂടെ, അങ്ങനെയല്ല പറയുക. അല്ലാഹുവേ ഒരുപാട് കണക്കുകൾ, ഒരുപാട് ഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അതൊന്ന് ചെയ്തു തീർക്കാനുള്ളൊരു ചെറിയ സമയം, അതല്ല പറയുക. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, എത്ര സമയമാണ് നീ എനിക്ക് അനുവദിക്കുകയെങ്കിൽ അത്രയും സമയം എനിക്ക് അമലു സ്വാലിഹാത്ത് ചെയ്യണം, എനിക്ക് നന്മകൾ ചെയ്യണം, എനിക്ക് കുറച്ച് പുണ്യങ്ങൾ ചെയ്യണം എന്നാ പറയാം. രണ്ടാമത്തെ സന്ദർഭം വിചാരണയുടെ തൊട്ട് മുമ്പ്. അവിടെ എന്താ പറയാ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹ, ഞങ്ങൾ അമൽ സ്വാലിഹാത്ത് ചെയ്യട്ടെ, പടച്ചോനെ ഒന്ന് തിരിച്ചയക്കുമോ എന്നാണ്. കുറച്ച് അമൽ സ്വാലിഹാത്ത് ഞാൻ ചെയ്യട്ടെ,
കുറച്ച് നന്മകൾ ഞാൻ ചെയ്യട്ടെ, സുഹൃതങ്ങൾ ഞാൻ ചെയ്യട്ടെ എന്ന് പറയും. മൂന്നാമത്തെ സന്ദർഭം, അഖ്രിജ്ന, നരകത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ പുറത്തെടുക്കണേ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ മുമ്പ് ചെയ്തതല്ലാത്ത 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം ഭൂമിയിൽ എത്ര സമയമാണോ ഞങ്ങൾക്ക് ആയുസ് തന്നത് അത്രയും കാലം ഭൂമിയിൽ വെച്ച് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളല്ലാത്ത അമലു സ്വാലിഹാത്ത് ചെയ്യാൻ, അങ്ങനെ പറയാം. 3 സന്ദർഭങ്ങളിലാണ് ഞാൻ കുറച്ച് നന്മ ചെയ്യട്ടെയോ എന്ന് യാചിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സമയം ചോദിക്കുക മനുഷ്യർ. സഹോദരങ്ങളെ, നമ്മളൊക്കെ സ്വയം സമാധാനിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ കാര്യത്തിൽ പലപ്പോഴും ഒരു അനാവശ്യമായ ഒരു സ്വസ്ഥത നമ്മൾ അനുഭവിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം, നന്മകൾ, പുണ്യങ്ങൾ അത് തികഞ്ഞിട്ടില്ല എന്നൊരു തോന്നലാണ് സ്വഹാബത്തിന് പലപ്പോഴും ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനിയോടൊപ്പമുള്ള ഹജ്ജ് യാത്രയെ സംബന്ധിച്ച് പറയുക, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടു. അങ്ങനെ വഴിക്ക് വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തൊമിസ്തു, ഞാൻ ആർത്തവകാരിയായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കയറി വന്നു. ആ സന്ദർഭത്തിൽ ഞാനപ്പോൾ കരയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് ചോദിച്ചു, എന്താണ് ആയിഷ, ആയിഷ എന്തിനാണ് കരയുന്നത്? ആയിഷ ആർത്തവകാരിയായോ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു. ഞാൻ അതെ എന്ന് ഉത്തരം പറഞ്ഞു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ, ഹജ്ജിന് വന്ന ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീയും ചെയ്തു കൊള്ളുക, തൊവാഫ് അല്ലാത്തതൊക്കെ, തൊവാഫ് ഒഴികെ അതല്ലാത്തതൊക്കെ നീയും ചെയ്തു കൊള്ളുക എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ആയിഷ ബീവി ആ സംഭവം അങ്ങനെ വിശദമായി പറഞ്ഞിട്ട് പറയാണ്, ദുൽഹിജ്ജ 10-നാണ് ഞാൻ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിദാഇൻ്റെ തൊവാഫ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉംറ നിർവഹിക്കുകയാണ്. ഹജ്ജിന്ന് ഒഴിവായിട്ട് പിന്നെ ഉംറ നിർവഹിക്കാൻ. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മളോടൊപ്പം ഹജ്ജിന് വന്ന ഞാനല്ലാത്ത എല്ലാവർക്കും 2 ഉംറയും 1 ഹജ്ജുണ്ട്. ചെന്ന ഉടനെ ഒരു ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, വിദാഇൻ്റെ തവാഫ് കഴിഞ്ഞു, രണ്ടാമതൊരു ഉംറ ചെയ്തു. 2 ഉംറയും 1 ഹജ്ജും എല്ലാവർക്കും. എനിക്ക് മാത്രം ആർത്തവകാരിയായിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് എനിക്ക് ഉംറ ഉണ്ടായിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു ഉംറ കൂടി ചെയ്യണം. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു ഉംറ കൂടി ചെയ്യണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പ്രത്യേക അനുവാദത്തിൽ നമ്മൾ ഇന്നും ഹറമിൻ്റെ മുമ്പ് നിന്നിങ്ങനെ 2 റിയാൽ 4 റിയാൽ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ആളെ കയറ്റിപ്പോവും, ആയിഷ പള്ളിയിലേക്കാണ് എന്ന് പറഞ്ഞിട്ട്. അത് ആയിഷ ബീവി പോയി ഇഹ്റാൻ ചെയ്ത് തിരിച്ചു വന്ന ആ പള്ളിയിൽ നിന്നാണ്. ആ സംഭവത്തിൽ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ പ്രകടിപ്പിച്ച ആഗ്രഹത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ, വഹി ലഭിക്കുന്ന പ്രവാചകൻ ആയിഷ ബീവിക്ക് മാത്രമായി പ്രത്യേകമായി നൽകിയ ഒരു അനുവാദമാണ്. ആ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടി വന്ന് ഹറമിൽ വന്ന് ഒരു ഉംറ കൂടി ചെയ്യാൻ അനുവാദം കൊടുത്തു. കൂടെ ആങ്ങള സഹോദരൻ അബ്ദുറഹ്മാനെയും പറഞ്ഞയച്ചു. ഇത് ആയിഷ ബീവിക്ക് മാത്രമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ളൊരു കാരണം, കൂടെ പോയ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ, ആയിഷ ബീവിൻ്റെ സഹോദരൻ, അദ്ദേഹം അവിടെ നിന്ന് ഇഹ്റാം കെട്ടുകയോ ആയിഷ ബീവിയോടൊപ്പം ഉംറ നിർവഹിക്കുകയോ ചെയ്തില്ല. കൂട്ടിന് പോയി പോരുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ആയിഷ ബീവിക്ക് മാത്രമുള്ള അനുവാദമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരും ഉപയോഗപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ ഇപ്പം ചോദിക്കുന്ന ഉംറക്ക് പോയി വന്നാൽ എത്രണ്ണ ചെയ്തെന്ന് ചോദിക്കും. ഉംറക്ക് പോയി എന്ന് പറയുമ്പോൾ എത്രണ്ണ ചെയ്തെന്ന് ചോദിക്കും. അത് ഈ ആയിഷപ്പള്ളി പോയിട്ട് ഇങ്ങനെ അവിടെ പോയി ഒന്നുകൂടെ ഇഹ്റാം കെട്ടുക, പിന്നെ വന്ന് ഉംറ ചെയ്യുക, പിന്നെയും പോവുക, പിന്നെയും വരിക, അങ്ങനെ കുറേ ഉംറ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ചെയ്യുന്നത്. പക്ഷെ അത് പാടില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഞാനിവിടെ ആ സംഭവം ഉദ്ധരിച്ചതിൻ്റെ ഒരു കാരണം ആയിഷ ബീവിയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാനാണ്. എന്തേ ആയിഷ ബീവി പറഞ്ഞത്? ഒരു സാധാരണ നിലക്ക് ഞാൻ അശുദ്ധിയുള്ളവളായിരുന്നു, ഞാൻ അവിടെ വന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, ബാക്കിയുള്ളവരെല്ലാം ഉംറ നിർവഹിച്ചു, ഹജ്ജ് നിർവഹിച്ചു, ഉംറ നിർവഹിച്ചു, പക്ഷെ എനിക്കൊരു ഉംറ കിട്ടിയുള്ളൂ, അങ്ങനെ മടങ്ങാമായിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു ഉംറയുടെ പ്രതിഫലം കമ്മിയാണ്, എനിക്കതുണ്ടാകണം. ഞാനിവിടെ പറഞ്ഞത് സ്വഹാബത്തിന്, ആയിഷ ബീവി അടക്കമുള്ള സ്വഹാബത്തിനുണ്ടായ
നന്മകൾ ചെയ്യണം, സുഹൃതം ചെയ്യണം, പുണ്യങ്ങൾ ചെയ്യണം, സൽപ്രവർത്തനം ചെയ്യണം, ഹസനാത്ത് ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം, അത് ധാരാളമാകണം, ഒരുപാട് ഉണ്ടാകണം എന്നൊരു മനോഭാവവും മാനസികാവസ്ഥയും അതില്ലാതെ വരുമ്പോഴാണ് മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് തന്നെ ഒരു കുറവ് തോന്നുക, വേണ്ടത്രല്ല എന്നൊരു തോന്നലുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിനോട് സമയം നീട്ടി ചോദിക്കുക, പടച്ചോനെ കുറച്ചുകൂടെ സമയം നീ എനിക്ക് അനുവദിക്കണേ എന്ന് പറയുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഹവയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മൾ നേരം വെളുത്താൽ നമുക്കൊരു ചാക്രികമായ ഒരു റൂട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞൊരു മാസം, ഈ ഫെബ്രുവരി മാസം തീരുന്നതോടുകൂടെ ഫെബ്രുവരി 1 മുതൽ അത് 28 29 വരെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ തനിയാവർത്തനാണ് മാർച്ച് മാസവും. അത് നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യം, നമ്മുടെ കച്ചവടത്തിൻ്റെ കാര്യം, ഏർപ്പാട് കാര്യങ്ങൾ, അതങ്ങനെ തന്നെ ഇങ്ങനെ പോവുക ചെയ്യുക. അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലിടക്ക് നമ്മൾ വെള്ളിയാഴ്ച വരും, ഖുത്തുബക്ക് പോകും, ചൊവ്വാഴ്ചകൾ വരും, മാസത്തിൽ നമ്മളതിൽ ക്ലാസ്സിന് പങ്കെടുക്കും. അതെല്ലാം അതിൻ്റെ ഒരു റൊട്ടീനാണ്, അതങ്ങനെ പോകും. പക്ഷേ സത്യത്തിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിലധികമായി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എനിക്ക് ഇത്ര മതിയോ? ഞാൻ ഇങ്ങനെ ആയാൽ മതിയോ? എനിക്ക് കൂടുതലായി അധികമായി ഒരു നന്മ എന്ന നിലക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന നിലക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വഹാബത്ത് അങ്ങനെ പരസ്പരമുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടെ നന്മയുടെ കാര്യങ്ങളിൽ നോക്കിക്കാണുന്നവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു നിശബ്ദമായ മത്സരം പരസ്പരം ഉണ്ടായിരുന്നു നന്മയുടെ കാര്യത്തിൽ. ആരാണ് മുമ്പിലാവുക എന്നൊരു മത്സരം ഏത് കാര്യം വരുമ്പോഴും. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നിടത്തു നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാം, അബൂബക്കർ സിദ്ദീഖ് പോയി എന്തെങ്കിലും ഒരു പുണ്യം ചെയ്യും, ഒരു നന്മ ചെയ്യും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി നന്മ കണ്ടുപിടിക്കാനാണ് പോകുന്നത്, അയാളുടെ പുണ്യം കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഒരാൾ ബൈത്താല കൂടുക, എന്തിനാ കൂടുക? ഞാൻ ബൈത്താല എന്ന് പറയില്ല, പാലക്കാടാണ്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതാണ്. നമ്മൾ വേറൊരാളുടെ ബൈത്താല കൂടുക, എന്തിനാ കൂടുക? അയാളുടെ കുറ്റം നോക്കാൻ. സുബൈക്ക്, അതിരാവിലെ സുബൈക്ക് എഴുന്നേറ്റ് ഒരാൾ പോകുമ്പോൾ അയാളങ്ങനെ നോക്കി കൗതുകപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ആകണം, നമ്മളങ്ങനെ ചിന്തിക്കൂല. ഒരാൾ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതറിഞ്ഞിട്ട് അയാളെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ആകാനുള്ളൊരു ശ്രമം അതുണ്ടാവില്ല. ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റോ കുറവോ ന്യൂനതയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഇങ്ങനെ പിന്നാലെ കൂടുന്ന ഒരു പ്രവണത ഉണ്ടാകും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നാലെ കൂടുകയാണ്. എന്തിനാണ്? ഉമർ ഇബ്നു ഖത്താബിന് അറിയാം, ആൾക്കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. ആ കാരണം പരലോകത്ത് കൂലി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു നന്മയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുള്ളത്, രോഗിയെ സന്ദർശിച്ചത്, ജനാസ സംസ്കരണത്തിലും നമസ്കാരത്തിലും പങ്കെടുത്തത്, ഇങ്ങനെ ഓരോ നന്മകളും ചോദിച്ചിട്ട് അതൊക്കെ ആരാണ്, അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം ഞാനുണ്ട് നബിയെ, ഞാൻ ചെയ്തു നബിയെ എന്നുത്തരം പറഞ്ഞ ഒരാളാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ധാരാളമായി നന്മകൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പോയിട്ടൊരു നന്മ ചെയ്യും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവിടെ താഴ്വാരത്തിൽ ഒരു ചെറിയ കുടിലിൻ്റെ അകത്തേക്ക് കയറിപ്പോയി, ഒരു ചെറിയ കൂരക്കുള്ളിലേക്ക് കയറിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് കാത്തുനിന്നു അദ്ദേഹത്തിന് വേണ്ടി വിവരം എന്താണ് എന്നറിയാൻ. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് ആ കൂരക്കകത്ത് നിറങ്ങി ശാന്തമായി നടന്ന് തിരിച്ചുപോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നു. ഒരു പടുവൃദ്ധയായ ഒരു സ്ത്രീ എഴുന്നേൽക്കാനാകാതെ കിടപ്പിലാണ്. പിന്നെ കുറച്ച് ചെറിയ കുട്ടികളുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, ഒരാളിപ്പോൾ ഇവിടെ വന്നില്ലേ? ഇവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നു പോയല്ലോ, അതാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അതാരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. അത് എന്തിനാണ് ഇവിടെ വന്നത്? അദ്ദേഹം ഞങ്ങൾക്ക് ഇടയ്ക്കിടെ ഞങ്ങളെ വന്ന് സന്ദർശിക്കാറുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. എൻ്റെ ഈ കുട്ടികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പലതും കഴുകി വൃത്തിയാക്കുന്നത് അദ്ദേഹമാണ്. ഞങ്ങളെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും, വീടടിച്ചു വരാൻ, കുടിവെള്ളം കൊണ്ടുവന്നു തരാൻ, അതിനൊക്കെയായി പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇവിടെ വരാറുണ്ട്. പക്ഷെ അതാരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അബൂബക്കർ ആവില്ല,
ആവില്ലെനിക്ക് താങ്കളെപ്പോലെയാകുവാൻ എന്ന് പറഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സഹോദരങ്ങളെ, ഏത് സമയം കിട്ടിയാലും സന്ദർഭം കിട്ടിയാലും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അവസരങ്ങൾ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ, ഇദാ അറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ. രണ്ട് നിലക്കും അള്ളാഹു തൻ്റെ അടിമക്ക് ഒരു നന്മ ഉദ്ദേശിച്ചാൽ, തൻ്റെ അടിമക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അള്ളാഹു അവനെ കർമ്മനിരതനാക്കും. കുറേ നന്മകൾ ചെയ്യാനുള്ള അവസരം അയാൾക്ക് അള്ളാഹു നൽകും. കർമ്മനിരതനാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുവഫിഖുഹു, അള്ളാഹു അവന് തൗഫീഖ് നൽകും, ലിൽ അഅ്മാൽ അല്ലെങ്കിൽ ലിൽ അഹ്സനാത്ത്, നന്മകൾ ചെയ്യാൻ, പുണ്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അയാൾക്ക് തൗഫീഖ് നൽകും, അവസരങ്ങൾ നൽകുന്നതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഇത് നന്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു എനിക്ക് തന്ന അവസരങ്ങളാണ് എന്ന് തിരിച്ചറിയാനോ അങ്ങനെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനോ നാം ശ്രദ്ധിക്കാറില്ല, ഓർമ്മിക്കാറില്ല, അറിയാറില്ല, നമുക്കത് മനസ്സിലാകാറില്ല. അതാണ് സത്യം. അള്ളാഹു നമുക്കൊക്കെ അവസരങ്ങൾ തരും, നന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ തരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് 3 പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ, സ്വകാര്യമായി അവനവൻ്റെ മനസ്സാക്ഷിയോട് പറയുക, നമുക്ക് 3 പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ മക്കൾ എന്ന നിലക്ക് അതൊരു സങ്കടമായി കൊണ്ട് നടക്കുന്ന, അതൊരു വേദനയായി കൊണ്ട് നടക്കുന്ന, അതൊരു ദുഃഖമായി കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 3 പെൺകുട്ടികളുള്ളൂ. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ വിവാഹം ചെയ്ത് അയക്കുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, അനന്തരം നമുക്ക് നമ്മുടെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചിന്തിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 3 പെൺമക്കൾ അവരെ വളർത്തി വലുതാക്കി അവർക്ക് അച്ചടക്കം നൽകി, സംസ്കാരം നൽകി, ജീവിതം നൽകിയാൽ അവർക്ക് സ്വർഗ്ഗമാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് 2 പെൺകുട്ടികളാണ്, 2 പെൺകുട്ടികളെയാണെങ്കിലോ അവർക്കും സ്വർഗ്ഗമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിൻ്റെ പുണ്യം പറഞ്ഞു. അവിടെ നമുക്ക് നൽകുന്ന, അള്ളാഹു തരുന്ന പെൺകുട്ടികൾ നമുക്ക് നൽകപ്പെട്ട അവസരങ്ങളാണ്, നന്മക്കും പുണ്യത്തിനും സുഹൃതങ്ങളും അത് ചെയ്തു കൂട്ടാനും സമ്പാദിക്കാനുമുള്ള അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് തന്ന പെൺകുട്ടികൾ. എത്ര ആളുകളാണ് പെൺമക്കളെ അങ്ങനെ നോക്കി കാണാറുള്ളത്? അള്ളാഹു എനിക്ക് തന്ന അവസരമാണ് എൻ്റെ പെൺകുട്ടികൾ, എൻ്റെ പെൺമക്കൾ. അള്ളാഹു നന്മ ചെയ്യാനും പുണ്യം സമ്പാദിക്കാനും എനിക്ക് തന്ന സൗഭാഗ്യമാണ് എൻ്റെ പെൺമക്കൾ എന്ന നിലയ്ക്ക് എത്ര ആളുകളാണ് പെൺമക്കളെ മനസ്സിലാക്കാറുള്ളത്? സഹോദരങ്ങളെ, 9 വർഷം മലർന്നു കിടന്ന് ജീവനുണ്ട് എന്നതിൻ്റെ തെളിവായി ശ്വാസോച്ഛ്വാസം നടക്കുന്നു എന്ന നിലക്ക് നെഞ്ചിങ്ങനെ പൊങ്ങുന്നതും താഴുന്നതും കാണാം എന്നല്ലാതെ കണ്ണിമ വെട്ടി മിഴിയനക്കം പോലും ഇല്ലാതെ 9 വർഷം ഒരു സ്ത്രീ കിടക്കുന്ന കിടപ്പിൽ അങ്ങനെ മലർന്നു കിടക്കുക, പ്രായമായൊരു സ്ത്രീ. അവരുടെ ഒരു പ്രശ്നം അവർക്ക് പെൺമക്കളില്ല എന്നതാണ്. 9 കൊല്ലം രോഗിയായി ഒരാൾ അങ്ങനെ കിടപ്പിലായാൽ വലിയ പരിചരണം വേണം, വലിയ ശുശ്രൂഷ വേണം, എപ്പോഴും ഒപ്പം ആൾ വേണം, അടുത്തൊരാളുടെ സാന്നിധ്യം ഉണ്ടാകണം. പക്ഷെ അവർക്ക് പെൺമക്കളില്ല. 3 ആൺമക്കൾ. മൂത്ത മകൻ്റെ ഭാര്യ 9 കൊല്ലമാണ് അമ്മായിമ്മയെ, 9 വർഷമാണ് മൂത്ത മകൻ്റെ ഭാര്യ ഒരു പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആക്ഷേപിക്കാതെ, നല്ല കാലത്ത് അമ്മായിമ്മ ഇങ്ങോട്ട് ചെയ്ത ദ്രോഹങ്ങളൊന്നും എടുത്തു പറയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും 9 കൊല്ലമാണ് ഒരു സ്ത്രീ, ഒരു മരുമകൾ, മകളല്ല ഒരു മരുമകൾ അമ്മായിമ്മയെ. നമ്മളുടെ ഭാര്യമാരുടെ ഒരു മാനസികാവസ്ഥ വെച്ച് നമുക്ക് ചിന്തിക്കാം, എൻ്റെ ഉമ്മ കിടപ്പിലായാൽ എൻ്റെ ഭാര്യ 9 കൊല്ലം ഒരു പരാതിയും പറയാതെ എൻ്റെ ഉമ്മയെ ശുശ്രൂഷിക്കുക. സങ്കല്പിച്ചോ, എല്ലാവരും സങ്കല്പിച്ചോ. എൻ്റെ ഉമ്മ കിടപ്പിലായാൽ 9 കൊല്ലം, ഒരു ദിവസം 2 ദിവസമല്ല. 3 ആൺമക്കളുണ്ടെങ്കിൽ വലിയ ഉമ്മ 10 ദിവസം നമ്മളുടെ വീട്ടിൽ നിന്ന് 11ാമത്തെ ദിവസം ഇങ്ങനെ കിടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കിടപ്പറയിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞു തുടങ്ങും. നിങ്ങൾ മാത്രമുള്ള ഒരു മകൻ, വേറെ മക്കളില്ലേ? 10 ദിവസം കിടക്കുമ്പോൾ 4 ദിവസം അങ്ങോട്ട് പോയിന്നൂടെ? ഓൽക്കൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ടുപോയിക്കൂടെ? ഒന്നും ഉണ്ടായിട്ടല്ല, എല്ലാവരുടെയും ഇമ്മല്ല, എല്ലാവരും നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. ഇത് കിടപ്പിലായാലോ, രോഗമായാലോ, എഴുന്നേൽക്കാതെയായാലോ, അനങ്ങാതെയായാലോ, മലമൂത്ര വിസർജനങ്ങൾ കിടന്ന കിടപ്പിൽ അങ്ങനെ തന്നെ നിർവഹിക്കുന്ന അവസ്ഥകൾ ഉണ്ടായാലോ, അത് ഒരു ദിവസം 2 ദിവസമല്ലാതെ മാസങ്ങൾ തുടർന്നാലോ, കൊല്ലം കടന്നാലോ, 9 വർഷത്തിലേക്ക് അതെത്തിയാലോ, അതൊരു വലിയ പരീക്ഷണമാണ്. പക്ഷേ
അത് അള്ളാഹു നൽകുന്ന വലിയൊരു അവസരമാണ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കാം. എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന അവസരമാണ്. ഒരാൾക്ക് പുണ്യം കരസ്ഥമാക്കാനും സ്വർഗം വാങ്ങാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്കിതു മതി എന്നൊരാൾക്ക് ചിന്തിക്കാം. ഒരാൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാം. അതിന് സാധ്യമാണോ എന്നതാണ്, അതിന് നാം ഒരുക്കമാണോ എന്നതാണ്, അത് നമ്മളെ കൊണ്ട് കഴിയുമോ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപരിപ്ലവാണ്. എല്ലാം ഉപരിപ്ലവമാണ്. നമ്മുടെ തൊലിപ്പുറത്തുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അത് തൊലിപ്പുറത്തുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എന്ന നിലക്ക് യാഥാർത്ഥ്യമായി നമ്മുടെ വീട്ടുപടിക്കലെത്തിയാൽ നമ്മുടെ തനി സ്വഭാവങ്ങൾ പുറത്തു വരും. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ സുന്ദരാണ്, വലിയ സൗന്ദര്യമുള്ള 9 കൊല്ലം അമ്മായിമ്മയെ ഒരു പരാതിയും പറയാതെ ഒരു പെണ്ണ് പോറ്റുക, സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സുന്ദരമായ ആശയാണ്. ഞാൻ പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായി നാളെ നമ്മുടെ വീട്ടുപടിക്കൽ കടന്നു വന്നാൽ അപ്പോഴാണ് നമ്മുടെ തനി നിറവും സ്വഭാവവും പുറത്തേക്ക് വരിക. അപ്പോഴാണ് നമ്മൾ ആരാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുക. നമ്മളുടെ എല്ലാ പ്രകൃതങ്ങളും അപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക. യഥാർത്ഥത്തിലുള്ള നമ്മൾ ആരാണെങ്കിൽ ആ തനി നിറം അപ്പോഴാണ് നമുക്കും നമ്മളല്ലാത്തവർക്കൊക്കെ വ്യക്തമാവുക. ഞാൻ പറയുന്നത് തീർച്ചയായും അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ കർമ്മനിരതനാക്കും. അയാൾക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകും. നമുക്ക് ഒരു പ്രബോധന സംഘടനയോട് അടുപ്പുണ്ടാവുക, ഒരു പ്രബോധന സംഘടനയോട് ബന്ധം ഉണ്ടാവുക, അതിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുക, ഒരു മഹലിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുക, ഒരു മദ്രസയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുക. ആളുകൾ അതിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന കാലമാണ്. പല ജാതി കാരണങ്ങൾ പറഞ്ഞ്, പലരെയും ചൂണ്ടിപ്പറഞ്ഞ്, പലതിനെപ്പറ്റിയും പരാതി പറഞ്ഞ്, മതവുമായും ദീനുമായും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്, ചുമതലകളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വേറിട്ട് ഞാനൊന്നിനും പോകാറില്ല, ഞാൻ പള്ളിയിൽ അവിടെ പോകും, ജമാഅത്തിലൊക്കെ പങ്കെടുക്കും, നമ്മളെ കച്ചവടവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടക്കും, വേറൊന്നിലും ഞാൻ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ ഇടപെടാറില്ല എന്ന് പറയും. അത് ഒരു ഭയങ്കര തടിയൂരലാണ്. അള്ളാഹു തരുന്നൊരവസരത്തെ നമ്മുടെ കൈവെള്ള കൊണ്ട് മാന്തി വലിച്ചെറിയലാണത്. ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അള്ളാഹു തരുന്ന അവസരങ്ങളാണ്. ആരുടെയും കുറ്റം പറയാൻ പോകണ്ട, ഒരു പ്രശ്നത്തിലും പോയി തലയിടണ്ട. അവനവൻ്റെ മഹലിൻ്റെ, പള്ളിയുടെ, ആ പ്രദേശത്തെ പ്രബോധന പ്രവർത്തനങ്ങളുടെ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുമുള്ള ഒരു ബാധ്യത, ഒരു ഉത്തരവാദിത്തം, ഒരവസരം, അള്ളാഹു അതിന് നൽകുന്ന സന്ദർഭങ്ങൾ അതങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇത് ആറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു, കർമ്മനിരതനാകാനുള്ള, ധാരാളമായി പ്രവർത്തിക്കാനുള്ള, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമക്ക്, അവൻ നന്മ ഉദ്ദേശിക്കുന്ന അടിമക്ക് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി നമ്മളിങ്ങനെ നിരീക്ഷിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരു നന്മ ചെയ്യാൻ, ഒരു പുണ്യം കരസ്ഥമാക്കാൻ, ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി നേടാനുള്ള സാഹചര്യം നമുക്ക് ലഭ്യമാണെങ്കിൽ, ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരെ കൂടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം ചെയ്ത ഒരു സംഭവം. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ താടി ഇങ്ങനെ ഒഴിഞ്ഞപ്പോൾ ഒരു താടി രോമം പള്ളിയിൽ, ആ സദസ്സിൽ, ആ പള്ളിയിൽ ഒരു താടി രോമം അവിടെ വീണു. ക്ലാസ് അങ്ങനെ തുടർന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പോയപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ള അദ്ദേഹം ആ താടിരോമം എടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് പള്ളിക്ക് പുറത്തു വന്ന് അത് അദ്ദേഹം കളഞ്ഞു. ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് നമ്മളീ പറഞ്ഞു വന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണ്. അതൊരു ചെറിയ കാര്യമാണ്. അവിടെ അദ്ദേഹം കാണിച്ചൊരു സൂക്ഷ്മത പറയാറുണ്ട്. എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ ആ താടിരോമം അവിടുന്ന് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ചുറ്റും നോക്കിയതാണ്, ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ. അത് പുറത്തു വന്നിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് കളയുമ്പോഴും അദ്ദേഹം ചുറ്റും നോക്കി, ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ. സഹോദരങ്ങളെ, ഇത് കണ്ട് അങ്ങനെ തന്നെ അദ്ദേഹത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ അങ്ങനെ ശ്രദ്ധിച്ചവരാണ്. എന്തെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു പുണ്യം, ഒരു സൽപ്രവർത്തനം ചെയ്യണം എന്ന നിലക്ക് തങ്ങളുടെ ജീവിതങ്ങളുടെ ചുറ്റുപാടുകളെ അങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടന്നവരാണ് സ്വഹാബികൾ. നമുക്കും നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ്, അതാണ് അലം യഅ്നിലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ,
നമുക്ക് സമയമായില്ലേ? ഈ പാരമ്പര്യവും പൈതൃകവും, നമുക്കിങ്ങനെ പഴക്കവും പാരമ്പര്യവും പൈതൃകവും എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മളൊക്കെ നിങ്ങൾ ഈ വരുന്ന ആളുകൾ കോഴിക്കോട്ടൊക്കെ വലിയ ഒരുപാട് കാലത്തെ പഴക്കവും പാരമ്പര്യവും പറയാനുള്ള മുജാഹിദ് മഹല്ലുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലത്തുള്ള പണ്ഡിതന്മാരുടെ പ്രസംഗം തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരെയും നേരിട്ട് അറിവും ബന്ധവും പരിചയമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മഹല്ലുകൾക്കകത്തേക്ക് അലം യഅ്നിലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ, അന്തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വിറകൊള്ളുന്ന, മനസ്സ് ഉറക്കുന്ന, ഹൃദയം പടക്കുന്ന ആളുകളാകാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നൊരു ചോദ്യം പരിശുദ്ധ ഖുർആനിലുണ്ട്. കാലം കുറെ ചെല്ലുമ്പോൾ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും, വേദക്കാലായ ആളുകളെ, മുൻഗാമികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്, അവർക്ക് ഉത്ബോധനങ്ങൾ നൽകപ്പെട്ടിട്ട് കാലം കുറെ കടന്നു പോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, മനസ്സ് കടുത്തുപോയി. പിന്നീട് ഉപദേശങ്ങൾ കേൾക്കാത്ത, ഉത്ബോധനങ്ങൾ ഫലിക്കാത്ത, ആയത്ത് കേട്ടാലും ഹദീസ് കേട്ടാലും ഒന്നും മനപരിവർത്തനം വരാത്ത ഒരു പാറക്കല്ലിനെ പോലെ കട്ടിയുള്ള മനസ്സിൻ്റെ ഉടമകളായി മനുഷ്യർ മാറി. എപ്പോഴാ? ത്വാല അലൈഹിമുൽ അമദ്, കുറേ കാലം ഇങ്ങനെ കടന്നു പോവുക. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ 100 കൊല്ലം, 70 കൊല്ലം, 50 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഴക്കം പറയാനുണ്ടാവുക. അതിൻ്റെ ഒരു സ്വാധീനം മെല്ലെ മെല്ലെ നഷ്ടപ്പെടുകയും അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോവുകയും ആ സ്ഥാനത്തേക്ക് മറ്റു പല തരത്തിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ കയറി വരികയും ചെയ്യുന്ന നമ്മുടെയൊക്കെ മഹല്ലുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിൽ എന്തെല്ലാം തിന്മകൾ സംഭവിക്കാമോ ആ തിന്മകളുടെ എല്ലാം മൂർത്തി രൂപങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്ന, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവുന്ന, നമ്മുടെ പരിചയങ്ങളിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, നമ്മുടെ അടുപ്പങ്ങളിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ വരെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അത് നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. തീർച്ചയായും അത് സംഭവിക്കുന്നത് കാലം കടന്നു പോകുമ്പോൾ, ഫത്വാല അലൈഹിമുൽ അമദ്, കുറേ കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഫഖസത് ഖുലൂബുഹും, ആളുകളുടെ ഹൃദയങ്ങൾ കടുത്തു പോകും, മനസ്സ് ബലമുള്ളതായി പോവുക, കട്ടിയുള്ളതായി പോവുക, പിന്നെ ഉത്ബോധനങ്ങളൊന്നും ഫലിക്കാതെ വരിക. അങ്ങനത്തെ ഒരു സാഹചര്യത്തെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത്. ഒരു മിമ്പറിൻ്റെ മുമ്പ് പോരുന്നിട്ട് നന്നായിട്ടൊരു ഖുതുബ കേട്ട് അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ട് എങ്ങനെയാണോ പോയത് അതേപോലെ അവിടുന്ന് തിരിച്ചിറങ്ങിപ്പോരുക, ഒരു മാറ്റമില്ലാതെ. നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും മക്കളുമായി ബന്ധപ്പെട്ടും ധാർമ്മികതയുമായി ബന്ധപ്പെട്ടും സദാചാരവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അത് നമ്മൾ പലതും കേട്ടിട്ടുണ്ടാകും. പക്ഷേ പള്ളിക്കകത്തേക്ക് ഉതുവെടുത്ത് കയറിയ ആൾ എങ്ങനെയാണെങ്കിൽ അതേപോലെ ഒരു മാറ്റവും വരാതെ അതേപോലെ തിരിച്ചു വരിക. അത് അടുത്ത വെള്ളിയാഴ്ചയും ആ മാസവും പിന്നത്തെ കൊല്ലവും അതങ്ങനെ തന്നെ അങ്ങനെ ആവർത്തിക്കുക. ഞാൻ പറയുന്നത്, ഉത്ബോധനങ്ങളുടെ മുമ്പിലിരുന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിവർത്തനങ്ങൾ എന്താണ്, ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ അഖീദയിൽ പിഴവുള്ളിടത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളിടത്ത്, വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ, സാമ്പത്തിക ഇടപാടുകൾ, ലൈംഗിക രംഗങ്ങൾ, എവിടെയായിരുന്നാലും നമുക്കുള്ള പിഴവുകളെ നന്നാക്കുന്നതിൽ, ശുദ്ധീകരിക്കുന്നതിൽ, സംസ്കരിക്കുന്നതിൽ ഏത് നിലക്കുള്ള സ്വാധീനമാണ് നാം കേൾക്കുന്ന ഉത്ബോധനങ്ങൾ നമുക്കിടയിൽ, നമുക്കുള്ളിൽ ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യർ അവരുടെ മനസ്സടഞ്ഞു പോകുന്ന ഒരു ഘട്ടം, അവരുടെ ഹൃദയം കൊട്ടിയടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ 5-6 ആയത്തുകളിൽ കാണാം, വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, വമിനന്നാസ് മൈ യശ്തരി ലഹുവൽ ഹദീസി, വിനോദങ്ങൾക്ക് പണമടച്ചിട്ട് വിലക്ക് വാങ്ങുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വിനോദങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. നമ്മളുടെ കാലത്തല്ല പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുമ്പോൾ കേബിൾ ടിവിയോ കേബിൾ കണക്ഷനോ അതിൻ്റെ ഓപ്പറേറ്റർമാരോ അതിൻ്റെ ഏജൻറ്റുമാരോ പണം പിരിവുകാരോ ആരുമില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൈ യഷ്തരി, പണം കൊടുത്ത്, ലഹുവൽ ഹദീസി, വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മദീനയിലേക്ക് റോം അടക്കമുള്ള നാടുകളിൽ നിന്ന് വരുന്ന രാക്കഥകൾ പലതും പ്രിന്റ് ചെയ്ത് വന്നിരുന്ന
ആളുകൾ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി വായിച്ചിരുന്ന, ഇന്ന് നമ്മൾ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് പോലെയുള്ള ഇക്കിളിക്കഥകളുടെ പുസ്തകങ്ങൾ, അത് മദീനയിൽ പ്രചരിപ്പിക്കപ്പെട്ടൊരു സന്ദർഭത്തിലാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതെന്നാണ് ഇതിൻ്റെ തഫ്സീറിൽ കാണുക. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് അതിറങ്ങിയ ഒരു സാഹചര്യത്തെ തൽക്കാലം മാറ്റിവെച്ചിട്ട് നാം ജീവിക്കുന്ന വർത്തമാന കാലത്തെപ്പറ്റി ചിന്തിച്ചിട്ട് ഈ ആയത്ത് ഓതി നോക്കുക. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൈ യഷ്തരി, പണം അടക്കുന്നവർ, ലഹുവൽ ഹദീസി, വിനോദങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഖുർആൻ പറയാണ് വമിനന്നാസി മൈ യഷ്തരി ലഹുവൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി. വിനോദങ്ങളെ വില കൊടുത്തു വാങ്ങി ആസ്വദിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ലിയുളില്ല അൻ സബീൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് അയാൾ പഴച്ചു പോകും, അറിവില്ലായ്മ കൊണ്ട് അയാൾ പഴച്ചു പോകും. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിൻ്റെ ഒരു പ്രത്യക്ഷമായ അടയാളം സംഭവിക്കുക, ഇദാ തുത്ല അലൈഹി ആയാതുന. അങ്ങനെയുള്ള ആളുകൾക്ക്, വിനോദങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ആയത്തുകൾ അവർ കോതി കേൾപ്പിക്കപ്പെട്ടാൽ വല്ലാ മുസ്തക്ബിറൻ, അഹങ്കാരത്തോടുകൂടെ അവൻ പിന്തിരിഞ്ഞു പോകും. കഅല്ലം യസ്മഅഹാ, അതവൻ കേട്ടിട്ടില്ലാത്തവനെ പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവൻ്റെ രണ്ട് കാതുകളിലും മൂടിയുള്ളത് പോലെ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അങ്ങനെയുള്ള ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാനവിടെ പറയുന്നത് എന്താ അറിയോ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഉത്ബോധനങ്ങൾ ഫലപ്പെടാത്തത്, എന്തുകൊണ്ടാണ് ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വറക്കാത്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ മാറാത്തത്, എന്തുകൊണ്ടാണ് രഹസ്യ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടാത്തത്, അതിനെല്ലാമുള്ള ഉത്തരം പറയാണ്. വിനോദങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ വല്ലാ മുസ്തക്ബിറൻ, അവൻ അഹങ്കാരത്തോടുകൂടെ തിരിഞ്ഞു കളയും. കഅല്ലം യസ്മഅഹാ, അത് കേട്ടിട്ടില്ലാത്തവനെ പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവൻ്റെ രണ്ട് കാതുകളിലും മൂടിയുള്ളത് പോലെ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഉത്ബോധനങ്ങൾ സ്വാധീനിക്കുന്ന, ഉത്ബോധനങ്ങൾ ഫലപ്പെടുന്ന, പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഉപദേശിക്കുന്ന കാര്യങ്ങളും ഉത്ബോധിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളും അവനവൻ്റെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട്, രഹസ്യ ജീവിതങ്ങളും സ്വകാര്യ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നന്മയും ദോഷവും ചിന്തിക്കുന്ന, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും വളർന്നു വരുന്നൊരു തലമുറയിൽ ഏതെല്ലാം രൂപത്തിലാണ് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ എന്ന് വേഗത്തിൽ വായിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അവർ വളർന്നു വലുതാകുമ്പോൾ, ചെറിയ കുട്ടികൾ, നമ്മുടെ മടിയിലിരുന്നവർ, നമ്മളിങ്ങനെ താലോലിച്ചവർ, തോളിലിട്ടവർ, വലിയ വാത്സല്യം കാണിച്ചവർ, അവരിങ്ങനെ വളർന്നു വലുതാകുമ്പോൾ ആയത്ത് കേട്ടാൽ, ഹദീസുകൾ കേട്ടാൽ, ഉത്ബോധനങ്ങൾ കേട്ടാൽ, ഖുതുബ കേട്ടാൽ, പള്ളി മിമ്പറിൻ്റെ മുന്നിൽ പോയിരുന്നാൽ ഇതൊന്നും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാത്ത, അവരുടെ ജീവിതവും ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് മാതാപിതാക്കളും രക്ഷിതാക്കളുമായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിറകൊള്ളാൻ സമയമായില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ അതേ എന്ന് ഉത്തരം പറയേണ്ടവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ പേടിക്കുന്നവരാണ്, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ ഭയപ്പെടുന്നവരാണ്, അല്ലാഹുവേ ഞങ്ങൾ നിനക്ക് കീഴൊതുങ്ങുന്നവരാണ്, അല്ലാഹുവേ നിന്റെ കൽപ്പനക്കനുസരിച്ചും നിർദ്ദേശത്തിനനുസരിച്ചും നിയമങ്ങൾക്കനുസരിച്ചും നീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചും പരസ്യവും രഹസ്യവുമായ ജീവിതങ്ങളെ നന്നാക്കുന്നവരും സംസ്കരിക്കുന്നവരും ശുദ്ധീകരിക്കുന്നവരും ചിട്ടപ്പെടുത്തുന്നവരും വൃത്തിയാക്കുന്നവരുമാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന തീരുമാനമെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ മക്കളായി, നമ്മുടെ പേരമക്കളായി, കുടുംബമായി നമ്മളിങ്ങനെ ജീവിക്കുന്നവരാണ്. അവനവൻ്റെ വീടുകൾ എന്നൊരു ചെറിയ ലോകം നമുക്കൊക്കെയുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ സംസ്കരണങ്ങളും ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്, എല്ലാ ശുദ്ധീകരണങ്ങളും ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. നമ്മളൊരു മേൽക്കൂരക്ക് കീഴിൽ താമസിക്കുന്ന ഉമ്മയും ബാപ്പയും മക്കളും പേരമക്കളും മരുമക്കളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഒരു വീട് നമ്മളിങ്ങനെ സങ്കല്പിക്കാം. എന്നിട്ട് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, നമ്മുടെ വീടിനെക്കുറിച്ച് ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം, നമ്മളാരും ആലോചിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാനത് ഓർമ്മപ്പെടുത്താം. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മളാരും ഇതുവരെ വേണ്ടത്ര ഗൗരവത്തോടുകൂടെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം.
ഞാൻ പറയുന്നത് ബാപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും ഉള്ളൊരു സമയത്ത് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ഒരു നന്മയിലായിരിക്കെ മരണം നടക്കുക. നമ്മളൊരു തെറ്റുദ്ദേശിച്ചിട്ട്, ഒരു മോശപ്പെട്ട വൃത്തികെട്ട കാര്യം ഉദ്ദേശിച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിക്കാം. ഒരു നന്മ ഉദ്ദേശിച്ച് നന്മയ്ക്ക് വേണ്ടി നന്മയിൽ അധിഷ്ഠിതമായൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മരണം സംഭവിക്കാം. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഒരു പ്രവാചകൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടവസ്ഥയിലും മരിക്കാം. രണ്ടവസ്ഥയിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥയിലും മരിക്കാം. രണ്ട് രീതിയിൽ ഒരു മനുഷ്യന് മരണം സംഭവിക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട സജ്ജനങ്ങളുടെ കൂടെയുള്ള ഒരു നല്ല പര്യവസാനം അതൊരു മനുഷ്യന് ഉണ്ടാവാം. എന്നാൽ അള്ളാഹു കോപിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിന് അതൃപ്തിയുള്ള ഒരു സന്ദർഭത്തിൽ അത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, അത്തരം ഒരു കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ, അത്തരം ഒരു ലക്ഷ്യം മനസ്സിലുള്ളപ്പോൾ, അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴൊക്കെ മരണം സംഭവിക്കാം. നാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു സമയത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് മരണം സംഭവിക്കുന്നത്, സഹോദരങ്ങളെ, അതില്ലാതിരിക്കാനാണ് അള്ളാഹുവിനോട് നാം നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ന നിലയ്ക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹുവേ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിക്കുന്ന സ്വാലിഹീങ്ങളോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ ഒരു സഹോദരി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ചയിലെ മരണം നല്ല മരണമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ആ ഒരു വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു എന്നത് മാത്രമല്ല, 25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് തൃശ്ശൂർ ടൗണിലെ പള്ളിയിൽ സലഫി മസ്ജിദിൽ അവർ ജുമക്ക് പങ്കെടുക്കാറുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും 25 കിലോമീറ്റർ വീട്ടിൽ നിന്ന് നേരത്തെ കുളിച്ചിറങ്ങി പുറപ്പെട്ട് ബസ് കയറി യാത്ര ചെയ്ത് തൃശ്ശൂർ ടൗണിൽ വന്ന് നമ്മുടെ പള്ളിയിൽ ജുമക്ക് പങ്കെടുക്കുന്ന ഒരു സഹോദരി. അവർ പതിവ് പോലെ ഒരു വെള്ളിയാഴ്ച യാത്ര ആരംഭിച്ച് തനിക്കിറങ്ങേണ്ടുന്ന സ്റ്റോപ്പ് എത്തുന്നതിൻ്റെ ഏതാനും സ്റ്റോപ്പുകൾക്ക് മുമ്പ് കണ്ടക്ടറോട് ആവശ്യപ്പെട്ട് ബസ് നിർത്തിച്ചിട്ട് ബസ്സിൽ നിന്നിറങ്ങി റോഡരികിലുള്ള ഒരു മരത്തോട് ചാരിയിരുന്ന് പിന്നീട് അവർ അവിടെ തന്നെ അതിൻ്റെ അരികിൽ വീണ് അവരുടെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് വഴിമധ്യേ ഏതാനും കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് വെച്ചിട്ട് അവരുടെ മരണം നടക്കുകയാണ്. ഒരു വലിയ നന്മക്ക് വേണ്ടി കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്തിനു വേണ്ടി, ഒരു നാട്ടിൽ മറ്റാർക്കും താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വർഷങ്ങളോളമായി താൻ പുലർത്തിപ്പോരുന്ന ഒരു നന്മ അത് ആവർത്തിക്കുന്നതിന് വേണ്ടി വന്നൊരു സ്ത്രീ, അവർ വഴിക്ക് വെച്ച് അവരുടെ മരണം സംഭവിക്കാൻ ഒരു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നടക്കുന്നൊരു മരണം അത് മഹാഭാഗ്യമാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിൽ, ഞാനും നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ 5 അംഗങ്ങളാണ്, 7 ആളാണ്, 9 ആണ്, 3 ആണ്, എന്തുമാകട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇനി നടക്കാനുള്ള ഒരു മരണം, ഇനി നടക്കാനുള്ള ഒരു മരണം, അത് വാപ്പയാകാം, ഉമ്മയാകാം, മരുമകളാകാം, മരുമകനാകാം, പേരക്കുട്ടിയാകാം, മകനാകാം, ആരുമാകട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇനി നടക്കാനുള്ളൊരു മരണം, ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് ആ കാര്യത്തിൽ ശക്തമായ ഒരു തീരുമാനമുണ്ടാകണം, കൃത്യമായ രീതിയിലുള്ള ധാരണകൾ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇനി ആര് മരണപ്പെട്ടാലും ആ മരണത്തിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ ആ വേദനകളുടെ എല്ലാം അങ്ങേയറ്റത്തൊരാശ്വാസം ഉണ്ടാവണം. ആ വേദനകളുടെ എല്ലാം അങ്ങേയറ്റത്തെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു സമാധാനം ഉണ്ടാകണം. ആ സമാധാനം എന്താണ്? എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, എൻ്റെ ഭാര്യ മരണപ്പെട്ടു, എൻ്റെ മകൻ മരണപ്പെട്ടു, എൻ്റെ മകൾ മരണപ്പെട്ടു, എൻ്റെ പേരക്കുട്ടി മരണപ്പെട്ടു, ആരുമാകട്ടെ, മരണം നടന്നതിൽ വേദനിക്കുമ്പോഴും ആ വേദനയുടെ
ഏറ്റവും അങ്ങേയറ്റത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു സമാധാനം, അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടും അള്ളാഹുവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടും അവന് നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങളും അവന് നിർബന്ധമാക്കപ്പെട്ട ആരാധനകളും അവന് നിർബന്ധമാക്കപ്പെട്ട അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ടും ജീവിതത്തിൽ പരമാവധി നമ്മുടെ കാഴ്ചയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ജീവിച്ചവളാണ് എന്നൊരു സ്വസ്ഥത, അങ്ങനെയുള്ളൊരു സമാധാനം നമ്മുടെ വീട്ടിൽ നിന്ന് ഇനി ആരാണ് മരിക്കുന്നതെങ്കിൽ അവരെക്കുറിച്ച് നമുക്കുണ്ടാകണം. അതിനാവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതാണ് അലം യഅ്നിലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ, നമ്മൾക്ക് ഇടപെടാൻ സമയമായില്ലേ, വർത്തമാനം പറയാൻ സമയമായില്ലേ, ഭാര്യയോട് തിരുത്താൻ സമയമായില്ലേ, നന്നാക്കാൻ സമയമായില്ലേ, ആൺമക്കളോട് പെൺകുട്ടികളോട് പേരക്കുട്ടികളോട് മരുമക്കളോട് അരുതെന്ന് പറയാൻ നമുക്ക് സമയമായില്ലേ. അലം യഅ്നിലില്ലദീന ആമനു. അലി ഇബ്നു അബീ ത്വാലിബിന്റെ വാതിൽക്കൽ സുബഹി നമസ്കാരത്തിന്റെ ഏതാനും സമയം മുമ്പ് മുട്ടി വിളിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അലി ഇബ്നു അബീ ത്വാലിബിന്റെ വാതിലിൽ മുട്ടും. ഫാത്തിമയും റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും കിടക്കുന്ന റൂമിന്റെ വാതിലിൽ മുട്ടി അവർ വിളിച്ചുണർത്തപ്പെടും. തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി. മറ്റാരുമല്ല അത് നിർവഹിക്കുന്നത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന സ്നേഹനിധിയായ ഉപ്പയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് നിർബന്ധമുണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് സ്വർഗം കിട്ടണം, ഫാത്തിമക്ക് സ്വർഗം കിട്ടണം. അള്ളാഹുവിന്റെ പ്രവാചകന് അതിൽ നിർബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അതിനാവശ്യമായ രീതിയിലാണ് തൻ്റെ കുടുംബത്തെ, തൻ്റെ നാടിനെ, തൻ്റെ സമൂഹത്തെ, തനിക്കിഷ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അവർ പരലോകത്ത് രക്ഷപ്പെടണം എന്ന നിലക്കാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തത്. നമ്മുടെ വീടുകളിലും അങ്ങനെയാകണം. സ്വർഗത്തിന് തടസ്സമാകുന്ന, നരകത്തിന് കാരണമായി തീരുന്ന എന്തെങ്കിലും ഒരു പ്രവണത മകൻ്റെ ജീവിതത്തിൽ, മകളുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരംഗത്തിൻ്റെ ജീവിതത്തിൽ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കലാണ് കുടുംബത്തോടുള്ള ബാധ്യത. സത്യവിശ്വാസിയുടെ രീതി, സത്യവിശ്വാസത്തിൻ്റെ പ്രതിഫലനവും പ്രതികരണവും അങ്ങനെയാണ്. അതില്ലെങ്കിൽ എന്ത് കണ്ടാലും ഒരു നിസ്സംഗത. നമ്മളെന്താ ചിന്തിക്കുക? 10-20 വയസ്സായ മോനോട് നമ്മൾ എന്ത് പറയാനാ? നമ്മൾ ഈ കേൾക്കുന്ന വയലൊക്കെ ഓനും കേൾക്കില്ലേ? നമ്മൾ ഈ പഠിപ്പിക്കപ്പെടുന്ന ആയത്തുകളൊക്കെ ഓനും പഠിച്ചല്ലേ? നമ്മുടെ മദ്രസയിൽ പോയ കുട്ടിയല്ലേ? ചെറുപ്പം മുതൽ എൻ്റെ കൂടെ പള്ളിയിൽ വന്നിരുന്നല്ലേ? വലുതായപ്പോൾ അവൻ്റെ കാര്യം അവന് തീരുമാനിക്കാനായില്ലേ എന്നല്ല. അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅ്കൂബൽ മൗത്ത്, അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅ്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭം പാഠം പഠിക്കട്ടെ മുഴുവൻ ബാപ്പമാരും. എല്ലാ വാപ്പമാരും മക്കളോട് എന്തു പറയണം എന്നതിനെ കുറിച്ചുള്ള വലിയ പാഠം പഠിക്കട്ടെ. മരിക്കാൻ സമയത്ത് ഒരു വാപ്പാക്ക് എന്തെല്ലാം പറയാണ്ട് മക്കളെ വിളിച്ചു കൂട്ടിയിട്ട്. മരണാസന്നനായി എന്ന് പറഞ്ഞാൽ മരണവേദന വന്നപ്പോന്നാണ്. മരണത്തിൻ്റെ തീവ്രമായ വേദന അനുഭവിക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്. വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മരണവേദന വന്നിട്ട് മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ എന്താ പറയുക? മക്കളെയൊക്കെ ഒന്ന് കാണണം എന്ന് നമുക്ക് പറയാം. സങ്കടത്തോടെ അവരെ നോക്കാം, വേദനയോടുകൂടെ അവരെ നോക്കാം. ഉമ്മാനെ നിങ്ങളെല്ലാവരും നോക്കണം, ഞാൻ പോയാലും ഇന്ന പെങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം, പേരക്കുട്ടിയെ പറഞ്ഞു കൊടുക്കാം, സ്ഥാപനത്തെപ്പറ്റി പറയും, ഒരുപാട് കാര്യങ്ങൾ പറയാം. മക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി മരണാസന്നനായി കിടക്കുന്ന ഒരു ബാപ്പാക്ക്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅ്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാം മരണാസന്നനാണ്. മരണാസന്നമായി കിടക്കുമ്പോ മരണശയ്യയിലായിരിക്ക മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, മാ തഅ്ബുദൂന മിൻ ബഅദി. ഞാൻ മരിച്ച നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുക? നിങ്ങൾ അഖീദക്ക് വല്ല മാറ്റം വരുമോ? നിങ്ങളുടെ വിശ്വാസത്തിന് വല്ല മാറ്റം വരുമോ? ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകോ? ഖാലു നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക്. വാപ്പാ സമാധാനത്തോടെ കടന്നോളൂ, ഞങ്ങൾ താങ്കളുടെ ആരാധ്യനും താങ്കളുടെ പിതാക്കളുടെ ആരാധ്യനുമായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. എന്തിനാണ് ഈ മരിക്കാൻ സമയത്ത് ഒരു വാപ്പ മക്കളോട് ശിർക്കും തൗഹീദും പറയും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. യാക്കൂബ് നബി അലൈഹി സ്വലാം മരിക്കാൻ സമയത്ത് അങ്ങാടിയിൽ വെച്ച് വയൽ പറഞ്ഞതല്ല, മരിക്കാൻ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, മാ തഅ്ബുദൂന മിൻ ബഅദി. നിങ്ങൾ എൻ്റെ കാലശേഷം ആരെ ആരാധിക്കുക? ആരോട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക? അത് കേട്ടിട്ട് വേണം സമാധാനത്തോടുകൂടെ കണ്ണടക്കാൻ എന്ന നിലക്കാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. അപ്പം എന്താണോ മരിക്കുന്ന സമയത്ത് ഒരു വാപ്പാൻ്റെ മനസ്സിലുള്ള ചിന്ത, എൻ്റെ മക്കളൊക്കെ തൗഹീദിലായി മരിച്ച നാളെ പരലോകത്ത് എന്നോടൊപ്പം സ്വർഗത്തിലെത്തണം. ഞാൻ നേരത്തെ പോവാൻ. ഞാൻ പോയി എൻ്റെ മക്കൾ എൻ്റെ പിന്നാലെ
തൗഹീദുള്ളവരായി, ശിർക്കില്ലാത്തവരായി, സ്വർഗം കിട്ടുന്നവരായി, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നവരായി എൻ്റെ മക്കൾ എൻ്റെ പിന്നാലെ പോരണം എന്നൊരു ഉപ്പയുടെ ആഗ്രഹം അതവിടെ പ്രകടിപ്പിക്കുകയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. സഹോദരങ്ങളെ, എൻ്റെ മക്കൾ എന്നോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന് ചിന്തിക്കേണ്ട ഓരോ ബാപ്പയും അങ്ങനെ ചിന്തിക്കണം, ഓരോ ഉമ്മമാരും അങ്ങനെ ചിന്തിക്കണം. അതിന് വിരുദ്ധമായി എന്ത് കണ്ടാലും, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, പ്രകൃതത്തിൽ, ഏത് കാര്യത്തിൽ സ്വർഗത്തിന് തടസ്സമാകുന്ന, നരകത്തിന് കാരണമായി തീരുന്ന എന്ത് കണ്ടാലും അവിടെ ഇടപെടാനും, തിരുത്താനും, നന്നാക്കാനും, ശുദ്ധീകരിക്കാനും, സംസ്കരിക്കാനും, വർത്തമാനം പറയാനും, ഉപദേശിക്കാനും, ശാസിക്കാനും, കൽപ്പിക്കാനും എല്ലാമുള്ള ബാധ്യത മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തെയെങ്കിലും, ഒരു ലോകത്തെ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിലേക്ക് എത്തിക്കാനും നമുക്ക് സാധ്യമാണോ? അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അതിൻ്റെ ഒരു ബാധ്യത നിർവഹിക്കാൻ സഹോദരങ്ങളെ, വളർന്നു വരുന്ന ആൺകുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ, നമ്മുടെയൊക്കെ വീടുകളിൽ വളർന്നു വരുന്ന ആൺകുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ തീയിങ്ങനെ കത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു കുറച്ചൊരു ഈമാനുള്ള വാപ്പാൻ്റെ മനസ്സിൽ പെൺകുട്ടി 1-ാം ക്ലാസ് കഴിയുമ്പോൾ, LKG കഴിയുമ്പോൾ, 1-ാം ക്ലാസ് കഴിയുമ്പോൾ, 2-ാം ക്ലാസ് കഴിയുമ്പോൾ, 4-ാം ക്ലാസ്സിലെത്തുമ്പോൾ, 5-ാം ക്ലാസ്സിൽ ചേർത്താൻ വേണ്ടി അവളുടെ കയ്യും പിടിച്ചിങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് കത്തിത്തുടങ്ങുന്ന കൽബിലെത്തി അതിങ്ങനെ പിന്നെ പൊങ്ങി ആളി പടർന്ന് വലിയ തീക്കുണ്ടമായി 10-ാം ക്ലാസ്സിലെത്തി, +2 ആയി, വലിയ അഗ്നിപർവ്വതത്തെ പോലെ മനസ്സിലിങ്ങനെ അതിൻ്റെ ഭാരമായി, ഘനമായി, പ്രയാസമായി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അങ്ങനെയുള്ള ഒരു ലോകത്ത് മക്കളെ പോറ്റുന്നവരാണ് ഞാനും നിങ്ങളും. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എല്ലാ തോന്നിയാസവും നടക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എല്ലാ തോന്നിവാസത്തിനും കാലത്തിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആളുകൾ ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഫറൂഖ് കോളേജിൽ 8-9 കുട്ടികൾ ഒരുമിച്ച് വന്ന് ലാംഗ്വേജ് ക്ലാസ്സിൽ 5 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ചിൽ മുറുകെ ഇരുന്ന് തിക്കിത്തിരക്കി ഇരുന്നിട്ട് 9 കുട്ടികൾ, അധ്യാപകൻ ആ ക്ലാസ്സിൽ തന്നിട്ട് പറയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. 5 ആൾക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിൽ 9 ആളുകൾ, 9 ആൺകുട്ടികൾ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് കരുതാമായിരുന്നു. 9 പെൺകുട്ടികൾ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് കരുതാമായിരുന്നു. പക്ഷേ ഒരാൺകുട്ടി ഇരുന്ന് 2 പെൺകുട്ടികൾ ഇരുന്ന്, അല്ലെങ്കിൽ 2 ആൺകുട്ടികൾ ഇരുന്ന് 1 പെൺകുട്ടി ഇരുന്ന്, അങ്ങനെ പുട്ടിൽ തേങ്ങ ഇട്ടതുപോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇടകലർന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും 5 ആൾക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ചിൽ 9 ആൾ കുത്തിത്തിരികി തിക്കിത്തിരക്കി കഷ്ടപ്പെട്ടിരിക്കുക. അധ്യാപകൻ പറഞ്ഞു ഇത് പ്രയാസമാണ്, എങ്ങനെ ഇരിക്കാൻ പാടില്ല. അവരോട് പുറത്തു പോകാൻ, ആ പുറത്തു പോകലാണ് കേരളം മുഴുവൻ ആളിക്കത്തുന്ന വലിയ വിവാദമായത്. എന്തേ ആ കുട്ടികൾ പറഞ്ഞത്? ഏത് ബെഞ്ചിൽ എങ്ങനെ എവിടെ ഇരിക്കണം എന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നടങ്കം ഒരു ക്യാമ്പസിൽ നിന്ന്, ഒരു ഫറൂഖ് കോളേജിനെ പോലെയുള്ള ഒരു ക്യാമ്പസിൽ നിന്ന് മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ടിയുരുമ്മി ഒന്നിച്ചൊരു ബെഞ്ചിൽ കൂടിച്ചേർന്നിരിക്കണം എന്ന് പറയുകയും അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു ചിന്ത ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ, യുവതികളുടെ, കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ മനസ്സുകളിലേക്ക് പടർന്നു വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു ഗൗരവം, എന്ത് ജാഗ്രതയാണ് ഒരു വാപ്പ എന്നുള്ള നിലക്ക്, ഏത് തരത്തിലുള്ള കാവലും കരുതലുമാണ് ഒരു രക്ഷിതാവെന്ന നിലക്ക് നമുക്ക് നമ്മുടെ മക്കളിൽ ഇത്തരത്തിലുള്ള അപകടകരമായ തോന്നലുകളും ചിന്തകളും വിചാരങ്ങളും കടന്നു വരാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കോളേജിലേക്ക് പോകുന്ന മകളുടെ കൂടെ എന്നും രാവിലെ അവളോടൊപ്പം അങ്ങോട്ട് യാത്ര ചെയ്ത് തിരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ അവളിരിക്കുമ്പോൾ പുറത്തിങ്ങനെ കാവൽ നിന്ന് സാധ്യമാണോ നമ്മളെ കൊണ്ട്? ലോകത്തേതെങ്കിലും ഒരു രക്ഷിതാവിനെ കൊണ്ട്? ആർക്കാണ് അതിന് കഴിയുക? പത്തനംതിട്ട ജില്ലയിലെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവസാനത്തെ ബെഞ്ചിൽ നിന്ന് പരസ്പരം അവരിങ്ങനെ ശബ്ദം വെച്ചപ്പോൾ ടീച്ചർ അവരോട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ. അവർ 3 ആളും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കാലുറക്കുന്നില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പെൺകുട്ടികൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അധ്യാപിക പറഞ്ഞതല്ല അവർക്ക് എഴുന്നേൽക്കണം എന്നുണ്ട്, പക്ഷേ 2 കാലിൽ നിവർന്ന് നിൽക്കാൻ കഴിയണ്ടേ? കാല് കുഴഞ്ഞു പോയിരിക്കുന്നു, ശബ്ദം കുഴഞ്ഞു പോയിരിക്കുന്നു, നാവ് കുഴഞ്ഞു പോയിരിക്കുന്നു. അധ്യാപിക അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ വർത്തമാനം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സാധാരണ കേൾക്കാത്ത ഒരു സ്മെല്ലാണ്. തൊട്ടടുത്ത വിദേശ മദ്യഷാപ്പിൽ നിന്ന് ആരെക്കൊണ്ടോ വാങ്ങിച്ച മദ്യം കഴിച്ച് 10-ാം ക്ലാസ്സിലെ 3 പെൺകുട്ടികൾ പഠിപ്പിക്കുന്ന അധ്യാപികയുടെ മുമ്പിൽ ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ വന്നിരിക്കുന്ന ഒരു നാട്ടിൽ
അവനവൻ്റെ ആൺമക്കളെക്കുറിച്ചും പെൺമക്കളെക്കുറിച്ചും എന്ത് കാവലും കരുതലുമാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ബാപ്പമാരെ, ഉമ്മമാരെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. അത് മറ്റേതെങ്കിലും വീട്ടിൽ മറ്റേതോ കുട്ടികളിൽ നടക്കുന്നതാണ് എന്നൊരു ധാരണ നമുക്കുണ്ടായിക്കൂടാ. ഇതൊക്കെ നാളെ നമ്മുടെ അടുക്കളക്കകത്ത് ചർച്ച ചെയ്യേണ്ടുന്ന, നാം നമ്മുടെ ഭാര്യയെ ഇരുത്തിക്കൊണ്ട് നമ്മളും നമ്മുടെ ഭാര്യയും തമ്മിൽ വർത്തമാനം പറയേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. 2008 മുതൽ 2010-12 വരെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു സമ്പന്ന കുടുംബത്തിലെ വളരെ മാന്യനായ ഒരു സഹോദരൻ അദ്ദേഹം ബന്ധപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന പെൺകുട്ടി ഇന്ന സ്ഥാപനത്തിൽ അവൾ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അവരുമായിട്ട് ആ സ്ഥാപനമായിട്ടൊന്ന് ബന്ധപ്പെടണം. അവിടെ ചെന്നപ്പോൾ വെറുതെ ഒരു മരണം നടന്നതല്ല, 2ാം വർഷ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി അവളുടെ ഹോസ്റ്റൽ റൂമിൽ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവൾ ബ്രൗൺ ഷുഗറിന് അഡിക്റ്റാണ്. ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലെ ഏറെ മാന്യതയും മര്യാദയും കാത്തു സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ, എല്ലാവരും ആദരിക്കുന്ന ഒരു നാട്ടിലെ മുസ്ലിം കുടുംബത്തിലെ ഡിഗ്രിക്ക് ബിരുദത്തിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ ചോരയിൽ എങ്ങനെയാണ് ബ്രൗൺ ഷുഗർ ഉണ്ടായത്? ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഉപ്പമാരോട്, എന്ത് ശ്രദ്ധയാണ്, എന്ത് കാവലാണ്, എന്ത് സംരക്ഷണമാണ് വളർന്നു വരുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു ബാപ്പ എന്ന നിലക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അവളുടെ മുഖത്ത് ചെറിയൊരു ക്ഷീണം കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല എന്താണ് മോളെ എന്ന്. അവൾക്കൊരു ചെറിയ തലവേദന ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകാറില്ലേ നമ്മുടെ പെൺമക്കളെ പറ്റിയിട്ട്? വലിയ കനിവോടെയല്ലേ നാം നമ്മുടെ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുന്നത്? നമുക്കിഷ്ടമില്ലാത്തൊരു വാർത്ത നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും എല്ലാം തലതാഴ്ത്തേണ്ടി വരുന്നൊരു വാർത്ത നമ്മുടെ മകൾ കാരണം നാളെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാനുള്ള എന്ത് ശ്രദ്ധയാണ് മാതാപിതാക്കളെ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നാം മുൻകൂട്ടി, നേരത്തെ കൂട്ടി, കാലെ കൂട്ടി അത്തരത്തിലുള്ള എന്ത് ജാഗ്രതയും ശ്രദ്ധയുമാണ് ഞാനും നിങ്ങളും വെച്ചു പുലർത്തുന്നത്? ഷാർജ ദുബൈയിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു. ഒരുപാട് സമയം അദ്ദേഹം സംസാരിച്ചു. ആ സംസാരം ആ വ്യക്തിയൊന്നും പറയാതെ, നിങ്ങളത് അന്വേഷിക്കേണ്ടതുമില്ല, അത് ഒരു സ്വകാര്യമാണ്. പക്ഷേ ആ സ്വകാര്യം നമുക്കെല്ലാം പാഠമാണ് എന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഈ വിഷയത്തിൽ നിങ്ങൾ ബോധവൽക്കരിക്കണേ എന്ന് ആ രക്ഷിതാവ് വറയാർന്ന ശബ്ദത്തോടെ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ആൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, അവരെ നമ്മൾ എത്ര സ്നേഹിക്കുമ്പോഴും പടച്ചോനെ കുറിച്ചുള്ള അറിവും ബോധവും ചിന്തയും പേടിയും. എൻ്റെ കുട്ടീനെ ഞാൻ എവിടെയൊക്കെ പറഞ്ഞയച്ചാലും അള്ളാഹിനെ കുറിച്ചുള്ള ബോധമുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഒരു വലിയ തെറ്റ് എൻ്റെ കുട്ടീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മാനുഷികമായി പറ്റുന്ന എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങളല്ലാണ്ട് ഒരു വലിയ തെറ്റെൻ്റെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതിനാവശ്യമായ ഒരു ദീനീ ബോധവും അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയും അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയും ഞാൻ എൻ്റെ പെൺകുട്ടിയുടെ മനസ്സിൽ, ഞാൻ എൻ്റെ ആൺകുട്ടിയുടെ മനസ്സിൽ അതുണ്ടാക്കുന്നതിന് ബോധപൂർവമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമാധാനം നമുക്ക് നമ്മുടെ മക്കളെ പറ്റി ഉണ്ടാകണം. 22ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഉമ്മയും ബാപ്പയും അറിയാതെ നവോദയ വിദ്യാലയത്തിൽ പഠിച്ച് ദുബൈയിൽ ജീവിച്ച് എല്ലാ സൗകര്യങ്ങളും, ഒരു സമ്പന്ന വീട്ടിലെ മുതിർന്ന ആൺകുട്ടിക്ക് ലഭിക്കാവുന്ന എല്ലാ സന്തോഷങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ആസ്വാദനങ്ങളും എല്ലാം നൽകപ്പെട്ട് ഒരു ദുനിയാവിൽ ദുബൈയിൽ 11ാമത്തെ വയസ്സ് മുതൽ ജീവിക്കുന്ന ഒരു ആൺകുട്ടിക്ക് ലഭിക്കാവുന്ന എല്ലാ സന്തോഷങ്ങളും നൽകി വളർത്തിയ 22 വയസ്സുകാരൻ 22ാമത്തെ വയസ്സിൽ വാപ്പയോട് പറഞ്ഞു, ഞാനൊരു 2 ദിവസത്തേക്ക് നാട്ടിൽ പോവുകയാണ് എന്ന്. ആ പോയ കുട്ടി ആ 2 ദിവസം അവൻ നാട്ടിലെത്തിയാൽ വാപ്പയെ വിളിക്കണ്ടേ, ഉമ്മയെ വിളിക്കണ്ടേ, പിറ്റേ ദിവസം വിളിക്കണ്ടേ, 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരണ്ടേ, ഇതൊന്നും ഇല്ലാതെയായപ്പോൾ അവനെ പറ്റി അന്വേഷിച്ചു. ആ അന്വേഷണം ആ കുടുംബം ഒരു വലിയ ദുരന്തത്തിൽ ഞങ്ങൾ പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് എത്തിയത്. ആ ദുരന്തം വേറൊന്നുമല്ല, അവൻ ചെന്നൈയിലുള്ള 8 വയസ്സ് അവനേക്കാൾ പ്രായമുള്ള ഒരു നായർ യുവതിയുമായി നേരത്തെ 2 കൊല്ലത്തോളമായി 20ാമത്തെ വയസ്സ് മുതൽ പരിചയത്തിലാണ്, അടുപ്പത്തിലാണ്. അത് നേരിട്ട് കണ്ടിട്ടല്ല, ഒരിക്കൽ പോലും അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇൻ്റർനെറ്റിലൂടെ ഉണ്ടാക്കിയ സൗഹൃദം അത് വളർന്ന് 22ാമത്തെ വയസ്സ് അവനായപ്പോൾ 30ാമത്തെ വയസ്സ് അവൾക്കായപ്പോൾ അവനേക്കാൾ 8 വയസ്സ് പ്രായമുള്ള, അവനെപ്പോലെ കാണാൻ ഭംഗിയില്ലാത്ത 30 വയസ്സുള്ള ഒരു നായ സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തിട്ടാണ് 2 ദിവസത്തേക്കെന്ന് ബാപ്പയോട് താൽക്കാലികമായി കള്ളം പറഞ്ഞവൻ നാട്ടിലേക്ക് പോരുന്നത്. നാട്ടിൽ വന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീ അവൻ്റെ മുമ്പിൽ ഒരു ഡിമാൻഡ് വെച്ചു, ഒരു നിബന്ധന വെച്ചു, നമുക്കൊരുമിച്ച് ജീവിക്കാം.
പക്ഷേ അങ്ങനെ ജീവിക്കാൻ നീ എൻ്റെ മതത്തിലേക്ക് കടന്നു വരണം എന്ന്, ഉള്ള മതം ഉപേക്ഷിച്ചിട്ട് എൻ്റെ മതത്തിലേക്ക് കടന്നു വരണമെന്നത്. ഇത് ഇത്തരത്തിലുള്ള പ്രേമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തായതുകൊണ്ട് എന്ത് തീരുമാനവും ആ പ്രായത്തിൽ എടുക്കാൻ പറ്റും. അവൻ അതിന് സമ്മതിച്ചു. അന്വേഷിക്കാൻ വേണ്ടി ചെന്ന ആളുകൾ അവർ താമസിക്കുന്ന ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ ചെല്ലുന്നിടത്ത് തന്നെ ചുമരിൽ കത്തുന്ന ഒരു തിരിവിളക്കും അതിൻ്റെ കൂടെ ചിത്രങ്ങളും അവർക്ക് കാണാൻ കഴിഞ്ഞു. ആ വീട്ടിലാണ് തൻ്റെ ഭാര്യയോടൊപ്പം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ 30-കാരിയായ നായർ യുവതിയോടൊപ്പം ഈ 22 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം ഏതോ നാട്ടിൽ ആർക്കോ സംഭവിച്ച അപകടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് ശ്രദ്ധയാണ്, എന്ത് കാവലാണ്. നാളെ ഈ വാർത്ത നമ്മുടെ പരിസരത്ത് നിന്ന് കേൾക്കേണ്ടി വരാതിരിക്കാൻ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ എന്ത് ശ്രദ്ധയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു വാപ്പ എത്ര സൂക്ഷ്മതയുള്ള വാപ്പയായാലും, ഒരുമ്മ ഓരോ അനക്കങ്ങളും, മകളുടെ ഓരോ അനക്കങ്ങളും ശ്രദ്ധിക്കുന്ന, മകൻ്റെ ഓരോ ചലനങ്ങളും തിരിച്ചറിയുന്ന കുശാഗ്ര ബുദ്ധിയുള്ള ഉമ്മയായാലും കഴിയില്ല. മുതിർന്നു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ഇവരുടെ ഇടപാടുകളെ, ക്രയവിക്രയങ്ങളെ, സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ, ബന്ധങ്ങളെ, അടുപ്പങ്ങളെ, സംസാരങ്ങളെ, വർത്തമാനങ്ങളെ, സമയം ചെലവുകളെ, ഇതിനൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ പറയുന്നത്, ആരെങ്കിലും നിർബന്ധ നമസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ വിപരീതങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. നിർബന്ധ നമസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ നേരെ വിപരീതം എന്താ? നിർബന്ധ നമസ്കാരം, ഫർള് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ കാവലിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവർക്കുണ്ട്, അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ട്. അവരുടെ തീരുമാനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളുണ്ട്, അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളുണ്ട്. അവന് നന്മയാകുന്നത്, അവൻ്റെ കുടുംബത്തിന് നന്മ വരുന്നത്, അവനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നന്മ വരുന്നത് അവനെ കൊണ്ട്, അള്ളാഹുവിൻ്റെ കാവലുള്ള, അള്ളാഹുവിൻ്റെ സംരക്ഷണമുള്ള അവളെ കൊണ്ട് അള്ളാഹു നിർവഹിപ്പിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടി അവൾ നമസ്കരിക്കണം, അവൻ നമസ്കരിക്കണം, അവൻ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കട്ടെ നമ്മുടെ പെൺകുട്ടികൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കട്ടെ നമ്മുടെ ആൺകുട്ടികൾ. IT ഉദ്യോഗസ്ഥനായ കാക്കനാട് ജോലി ചെയ്യുന്ന 5 ശമ്പളം പറ്റുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ എറണാകുളത്തെ പള്ളിയുടെ വൈറ്റിലയിലെ സലഫി മസ്ജിദിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള അവിടുത്തെ ഓഫീസിലേക്ക് ആ സ്റ്റെപ്പുകൾ, 4 നിലയിലെ സ്റ്റെപ്പുകളും ഓടിക്കയറി കിതച്ച ഓഫീസിനകത്ത് വന്നിട്ട് 12:35 സമയമായപ്പോൾ അവൻ പറഞ്ഞു, 1 മണിക്ക് പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ, ളുഹ്ർ നമസ്കാരത്തിൽ എനിക്ക് പങ്കെടുക്കണം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന്. 12:35 വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയാം, 1 മണിക്ക് ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ ളുഹ്ർ നമസ്കാരത്തിൽ എനിക്കും പങ്കെടുക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ സഹായിക്കാനുള്ളത്? അവൻ പറഞ്ഞു, ഒളു എടുക്കാൻ എനിക്കറിയില്ല, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ എനിക്കറിയില്ല, നമസ്കാരത്തിൻ്റെ രൂപം എനിക്കറിയില്ല. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിസന്ധി വന്നപ്പോൾ, അള്ളാഹുവിനോട് അടുക്കണം എന്ന് തീരുമാനമുണ്ടായപ്പോൾ ഓടിക്കയറി കണ്ട പള്ളിയിൽ വന്ന് എന്നെ സഹായിക്കണേ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. ഒളുവെടുക്കാൻ അറിയും എൻ്റെ കുട്ടിക്ക്, നിസ്കരിക്കാൻ അറിയും എൻ്റെ കുട്ടിക്ക്, സുജൂദിലെ പ്രാർത്ഥന എൻ്റെ കുട്ടിക്ക് അറിയാം. അതൊക്കെ നമുക്ക് സമാധാനിക്കാം. പക്ഷേ 5 നേരം നമസ്കരിക്കുന്ന മകളുടെ ഉമ്മയാണോ, 5 നേരം നമസ്കരിക്കുന്ന ആൺകുട്ടികളുടെ ബാപ്പമാരാണോ, അത്തരം ഒരു കുടുംബമാണോ എന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം. 5 നേരത്തെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും സൂക്ഷ്മതയില്ലാത്ത 20 വയസ്സുകാരൻ നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടാൽ ആ വേദനക്ക് എത്ര അറ്റത്തു നോക്കിയാലും ഒരാശ്വാസവും. നമ്മളെ വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ എൻ്റെ മകൻ അല്ലാഹു നിശ്ചയിക്കുക നരകമല്ലേ എന്നൊരു ചിന്ത ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ബാപ്പമാരെ, മരിക്കുന്നത് വരെ ആ വേദനയ്ക്ക് ഒരാശ്വാസവും കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഈമാനില്ലാത്ത ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത, പേടിയില്ലാത്ത ഒരു പെൺകുട്ടിയെ അള്ളാഹു നാളെ തിരിച്ചു വിളിച്ചാൽ, മരിക്കുന്നത് വരെ നമ്മുടെ കൽബിൻ്റെ അകത്ത് നിന്ന് ആ തീവ്രമായ തീരാവേദന അത് അവസാനിക്കുമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകേണ്ടതില്ല. ഞാൻ പറയുന്നത്, എന്തും സംഭവിക്കാം. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പൊന്നുമക്കളെ നെഞ്ചിനോട് ചേർത്ത് കരളിനോട് അടുപ്പിച്ചു നിർത്തി വലിയ വാത്സല്യം നൽകുന്ന നമ്മുടെ മക്കളെ അള്ളാഹു നമ്മളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അവൻ്റെ അടുക്കലേക്ക് അള്ളാഹു തിരിച്ചു വിളിച്ചു എന്ന് വരാം. അങ്ങനെ സംഭവിച്ചാൽ
അങ്ങനെ സംഭവിച്ചാൽ മരണത്തിന് പ്രാരാബ്ധങ്ങൾ പ്രശ്നമല്ലാത്തത് കൊണ്ട്, പ്രായം പ്രശ്നമല്ലാത്തത് കൊണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സുദീർഘമായി സംസാരിച്ചു അവൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച്. വിദേശത്തുനിന്ന് നാട്ടിലേക്ക് ഭാര്യ വന്നു. അവൾ അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് വീട്ടിലെത്തി അസർ നമസ്കരിച്ചു. അമ്മായിമ്മയുണ്ട്, അവൾക്കൊരു മകളുമുണ്ട്, 6 മാസം പ്രായമുള്ള കുട്ടി. മഗ്‌രിബ് നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നത് വരെ അമ്മായിമ്മയും മരുമകളും ഇരുന്നിട്ട് ആ സഹോദരൻ്റെ ഭാര്യയും അവൻ്റെ ഉമ്മയും ഇരുന്ന് സംസാരിച്ചു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഉമ്മ ഒളിവെടുക്കാൻ വേണ്ടി പോയി. കുട്ടി കരഞ്ഞപ്പോൾ കരഞ്ഞ കുട്ടി എടുത്തുകൊണ്ട് എൻ്റെ റൂമിലേക്ക് പടി കയറി മുകളിലെ റൂമിലേക്ക് എൻ്റെ ഭാര്യയും പോയി. ചെരിഞ്ഞു കിടന്ന് കട്ടിലിൽ കിടക്കയിൽ ചെരിഞ്ഞു കിടന്ന് എൻ്റെ കുട്ടിക്ക് എൻ്റെ ഭാര്യ പാല് കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉമ്മ നമസ്കാരം കഴിയുമ്പോഴേക്ക് എൻ്റെ കുട്ടി വല്ലാതെ കരയുന്നത് കേൾക്കുന്നു. ഉമ്മ പടികൾ കയറിയിട്ട് ചെന്ന് നോക്കി. എന്തിനാണ് കുട്ടി ഇങ്ങനെ കരയുന്നത്? മലർന്ന് കിടന്ന് 6 മാസം പ്രായമുള്ള എൻ്റെ മകള് മലർന്ന് കിടന്ന് കാലിട്ടടിച്ച് കണ്ണ് ചെരിഞ്ഞ് എൻ്റെ ഭാര്യയും കിടക്കുന്നുണ്ടായിരുന്നു. അനങ്ങാതെ, മിണ്ടാതെ, ഒന്നും പറയാതെ, ആരെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് ഉറപ്പുവരുത്തേണ്ടതില്ലാത്ത വിധം ഉമ്മ കണ്ടപ്പോഴേക്ക് അത് സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമാറ് ഉമ്മ ഒതുവെടുത്ത് വന്ന് നമസ്കരിച്ചപ്പോഴേക്ക് മകളെ കൊണ്ട് മുകളിലേക്ക് കയറി പാല് കൊടുത്തുകൊണ്ടിരുന്ന സ്ത്രീ അവർ മരണപ്പെട്ടിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എനിക്കറിയില്ല 6 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ, മലർത്തിപ്പിടിക്കാവുന്ന ഒരു പെൺകുട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ റബ്ബ് എന്തിനാണ് എൻ്റെ ഭാര്യയെ തിരിച്ചു വിളിച്ചത് എന്നെനിക്കറിയില്ല. ഒരു മരണത്തിനും അതിൻ്റെ കാരണം പറയാൻ നമുക്കറിയില്ല. ഇന്നിന്ന ആളുകൾ പ്രാരാബ്ധക്കാരായി ഉണ്ടാകുമ്പോൾ, ഇത്ര പ്രായമുള്ളവർ അവരെ ആശ്രയിച്ചിട്ടുള്ളവരുണ്ടാകുമ്പോൾ, അവൾ ആശ്രയിച്ചിട്ടുള്ളവരുണ്ടാകുമ്പോൾ എന്തിനാണ് ആ മരണം നടന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും നൽകാൻ നമുക്കാർക്കും കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുക, എത്ര തീവ്രമായ വേദന നൽകുന്ന മരണത്തിൻ്റെയും അപ്പുറം എനിക്കൊരാശ്വാസം ഉണ്ടാകണം എന്ന തീരുമാനമെടുക്കാൻ അത് നമുക്ക് കഴിയും. സ്വന്തം മകൻ നമ്മുടെ കൺമുമ്പിൽ വെച്ച് മരിക്കട്ടെ, ആ മരണത്തിൻ്റെ വേദന തീവ്രമായി നമ്മൾ അനുഭവിക്കട്ടെ. പക്ഷേ ആ വേദനയുടെ അങ്ങേയറ്റത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരാശ്വാസം, നാഥ എൻ്റെ കുട്ടി ഇന്ന് സുബൈ നമസ്കാരത്തിന് ഞങ്ങളുടെ മഹല്ലിലെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തവനാണ് എൻ്റെ മോൻ. അല്ലാഹുവേ, ഉച്ചക്ക് അവൻ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കാൻ അവൻ വീട്ടിലേക്ക് വന്നത്. ഇന്നത്തെ അസർ നമസ്കാരത്തിന് തൊട്ടടുത്ത പള്ളിയിൽ അവൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അല്ലാഹുവേ, ഈ പ്രായത്തിനിടക്ക് എനിക്കറിയാവുന്ന എൻ്റെ മകൻ ഇന്നിന്നതുപോലെ നിന്നെ സൂക്ഷിച്ച്, നിന്നെ പേടിച്ച്, നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച കുട്ടിയാണ് എൻ്റെ കുട്ടി. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു എൻ്റെ മകന് പുറത്തു കൊടുക്കണേ, സ്വർഗം നൽകണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള, ഒരാശ്വാസം കണ്ടെത്താനുള്ള ഒരറ്റം, എല്ലാ വേദനകളുടെയും അറ്റത്ത് അങ്ങനെ ഒരു ആശ്വാസം അത് നമുക്കുണ്ടാകണം. അതിന് അവനവൻ്റെ കുടുംബത്തിൽ പണിയെടുത്തേ പറ്റൂ. അവനവൻ്റെ കുടുംബത്തോട് വർത്തമാനം പറഞ്ഞേ പറ്റൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പയോട് വർത്തമാനം പറഞ്ഞതുപോലെ, ലുക്മാൻ അലൈഹി ഇസ്ലാം മകനോട് വർത്തമാനം പറഞ്ഞതുപോലെ, ആസിയ ബീവി ഭർത്താവിനോട് വർത്തമാനം പറഞ്ഞതുപോലെ, നൂഹ് നബി അലൈഹി ഇസ്ലാം മകനോട് വർത്തമാനം പറഞ്ഞതുപോലെ, എല്ലാ പ്രവാചകന്മാരും അവരവരുടെ കുടുംബങ്ങളെ ഉത്ബോധിപ്പിച്ചതുപോലെ, എല്ലാ പ്രബോധകന്മാരും അവരവരുടെ കുടുംബങ്ങളെ സംസ്കരിച്ചതുപോലെ, ഒരു വലിയ പ്രഭാഷകനാകാനല്ല, നമ്മുടെ വീട്ടിൽ ശാന്തമായിരുന്ന് നമ്മുടെ ഭാര്യയോട് ഇതെല്ലാം പറയുന്ന കേൾക്കുന്ന നമ്മുടെ ഭാര്യമാർ നാളെ പരലോകത്ത് വരുമ്പോൾ അവർ നരകാവകാശികളാകരുത്, അവർ സ്വർഗത്തിലെത്തുന്നവരാകണം. അതിനാവശ്യം എന്താണെങ്കിൽ അവരോട് പറയാൻ, അവളോട് പറയാൻ, മകളോട് പറയാൻ, മകനോട് പറയാൻ, പേരക്കുട്ടിയോട് പറയാൻ, മരുമകളോട് പറയാൻ, നമ്മുടെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ എന്നാണ്. അവരുടെ നാളത്തെ പരലോകത്തെ രക്ഷയും അവർക്ക് കിട്ടേണ്ടുന്ന സ്വർഗവും അവർക്കുള്ള നരകത്തിൽ നിന്നുള്ള മോചനവും അത് നമ്മുടെ അജണ്ടയാവട്ടെ. അതിനുവേണ്ടിയുള്ള ആലോചനകൾ ഉണ്ടാവട്ടെ. അതിനാവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ. അതിനാവശ്യമായ ഉത്ബോധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി കേൾക്കുമ്പോൾ, ഇത് കേൾക്കേണ്ടുന്ന കുട്ടികൾ, ഭാര്യമാർ, അടുപ്പക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവർ നമ്മളോടൊപ്പം ഇത്തരം സദസ്സുകളിൽ ഇത് കേൾക്കാൻ സന്നിഹിതരാകണം. നമ്മളല്ലാത്തവർ ബോധപൂർവം നമ്മളവരെ കൊണ്ടുവരണം. നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിക്കും, ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ,
ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഞാൻ പറയുന്നത് ഏത് ക്ലാസ്സിന് പോകുമ്പോഴും ഏത് ഉത്ബോധനങ്ങൾക്ക് പോകുമ്പോഴും കുടുംബസമേതം എല്ലാവരും കേൾക്കാൻ, എല്ലാവരും അറിയാൻ, എല്ലാവരിലും മാറ്റം ഉണ്ടാകാൻ, എല്ലാവരും സംസ്കരിക്കപ്പെടാൻ, എല്ലാവരും നന്നാവാൻ. സഹോദരങ്ങളെ, അതിന് നാം പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തങ്ങൾ അത് വലിയ സഹായമാണ്. ഈ രംഗത്ത് ഒരുപാട് ആളുകളെ പരലോകത്ത് അവരുടെ രക്ഷയ്ക്കും വിമോചനത്തിനും സഹായകമാകുന്ന രൂപത്തിൽ നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, അതൊക്കെ എന്തിനാണ് സത്യത്തിൽ? അതുകൊണ്ട് എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട്, നമ്മുടെ മഹല്ലുകൾ ഉണ്ടായതുകൊണ്ട്, ഉത്ബോധനങ്ങൾ ഉണ്ടായതുകൊണ്ട്, സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട്. ആത്യന്തികമായി എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് ദീനീബോധം ഉണ്ടാവാനും അവനവൻ്റെ ജീവിതത്തെ നന്നാക്കാനും ശുദ്ധീകരിക്കാനും. ഇതൊന്നുമില്ലെങ്കിൽ ആരും പറയാനും പഠിപ്പിക്കാനും വിളിക്കാനും ക്ഷണിക്കാനും നന്നാക്കാനൊന്നും ഒരു ശ്രമം ആരുടെയും ഭാഗത്തു നിന്നില്ലെങ്കിൽ ഇതിനേക്കാൾ അപകടകരമായ അവസ്ഥകളാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളെ അറിയിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഇസ്ലാഹി ബോധമുള്ള, മുജാഹിദ് പ്രസ്ഥാനത്തോടും ആദർശത്തോടും ബന്ധമുള്ള 10,000 ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് 28-ാം തീയതി എറണാകുളം കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഒത്തുകൂടുകയാണ്. യൂത്ത് മീറ്റ് എന്ന പേരിൽ നമ്മുടെ യുവജന വിഭാഗം ഇതിനു മുമ്പും കൊടുങ്ങല്ലൂർ വെച്ചും കണ്ണൂർ വെച്ചുമൊക്കെ സംസ്ഥാന തലത്തിൽ പ്രതിനിധികളുടെ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അതൊന്നുകൂടെ വിപുലീകരിച്ച് എല്ലാ ശാഖകളിൽ നിന്ന് നിർബന്ധമായും 20ഓളം മെമ്പർമാർ പങ്കെടുക്കുന്ന, സംസ്ഥാനത്തു നിന്നൊട്ടുക്കുമായി ഒരു 10,000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു വലിയ സംഗമമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂത്ത് മീറ്റ് 28-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കാൻ. ഇസ്ലാഹി കേരളത്തിലെ വളരെ പ്രഗത്ഭരായ മുഴുവൻ പണ്ഡിതന്മാരും അതോടൊപ്പം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി അടക്കമുള്ള അതിഥികളും പങ്കെടുക്കുന്ന, തലേ ദിവസം ഉദ്ഘാടനമുണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം രാവിലെ 9 മണിക്ക് പഠന ക്യാമ്പ് ആരംഭിച്ച് രാത്രി 9 മണി വരെ ദൈർഘ്യമുള്ള ഒരു ദീനീ സംഗമം നടക്കാൻ. നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് തോന്നുന്ന, മതപരമായ വിഷയങ്ങളിൽ ബോധമുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 15-നും 45-നും ഇടയിൽ പ്രായമുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും അതിൽ സംഗമിപ്പിക്കാൻ, അവിടെ പങ്കെടുപ്പിക്കാൻ നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഉൾപ്പെടുന്ന മഹല്ലുകൾ, മണ്ഡലങ്ങൾ, ശാഖകൾ, പ്രദേശങ്ങൾ, അവിടെ നിന്ന് ചെറുപ്പക്കാർ വാഹനം കയറി ഈ എറണാകുളത്ത് 28-ാം തീയതി എത്താൻ എന്ത് സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം, അന്വേഷിക്കണം. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അവിടെ ചെന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ കേട്ടും അറിഞ്ഞും ബോധ്യപ്പെട്ടും ഒരു മനസംസ്കരണവും മനപരിവർത്തനം ഉണ്ടായാൽ അയാളുടെ ജീവിതവും അയാളിലൂടെ പിന്നീടുണ്ടാകുന്ന എല്ലാ നന്മകളുടെയും പ്രതിഫലവും നമുക്ക് കിട്ടും എന്ന 100% ഉറപ്പോടെ, അതൊരു ദഅവത്താണ് എന്ന ചിന്തയോടെ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ, യുവാക്കളെ, ഈ പ്രായത്തിലുള്ള 15-നും 45-നും ഇടയിൽ പ്രായമുള്ള ആളുകളെ 28-ന് എറണാകുളത്ത് എത്തിക്കുന്ന കാര്യം അത് നമ്മളുടെ ഓരോരുത്തരുടെയും തലയിലുണ്ടാകണം, തലച്ചോറിലുണ്ടാകണം, അജണ്ടയിലുണ്ടാകണം. അവനവൻ്റെ ശാഖകളിൽ നിന്ന് വാഹനം പോകണം. വാഹനം പോകാൻ സ്വന്തമായി കെൽപ്പില്ലാത്തടത്ത ചെറുപ്പക്കാർ തൊട്ടടുത്ത ശാഖയിലെ ആളുകളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ആളുകൾ വരണം. കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് മാത്രം 1500 യുവാക്കളാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഒരു സംഘടനാ സാഹചര്യം വെച്ചുകൊണ്ട് എണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 1500 ആളുകൾ എന്നത് ഒരു 1400 കുറഞ്ഞാൽ ആ 100 ആളുകളുടെ ഒരു കമ്മി അവിടെ ഉണ്ടാകും. എണ്ണവും വണ്ണവും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് 10,000 ആളുകൾക്ക് നാം പ്രത്യേകം സൗകര്യം ചെയ്തിട്ടുണ്ട്. ഒരു 5000 ആൾ വരാൻ വേണ്ടിയിട്ടൊരു 10,000 എന്ന് പറയല്ല. 9,999 അത് കുറയരുത് എന്ന നിലക്കുള്ള ബോധത്തോടു കൂടിയുള്ള ഒരു കണക്ക് പറച്ചിലാണ് 10,000 ആൾ. അതൊരു മൊത്തക്കണക്കല്ല, ഒരു ഏകദേശ ധാരണയല്ല. ഇന്ന ജില്ലയിൽ നിന്ന് ഇത്ര, ഇന്ന മണ്ഡലത്തിൽ നിന്ന് ഇത്ര, ഇന്ന ശാഖയിൽ നിന്ന് ഇത്ര എന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ സംഘടനയുടെ എണ്ണവും വണ്ണവും അനുസരിച്ച് കൊണ്ടുള്ളൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് സൗത്ത് ജില്ലയിൽ നിന്ന് 1500ഓളം ചെറുപ്പക്കാരാണ് പങ്കെടുക്കേണ്ടത്. അതിന് നമ്മുടെ ഓരോ മണ്ഡലത്തിൻ്റെയും ശാഖയുടെയും പ്രാതിനിധ്യം
ഉണ്ടാകണം. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഞായറാഴ്ചയിലേക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുക്കങ്ങൾ പലയിടത്തുമായിട്ടുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ അവർ ഏർപ്പാട് ചെയ്യുകയും പോരാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലും കാരണത്താൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയോ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതിരിക്കുകയോ ചെയ്യുന്ന ശാഖകളോ മണ്ഡലങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ISMൻ്റെ സഹപ്രവർത്തകരും KNMൻ്റെ നേതാക്കന്മാരും ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ ശാഖകളിൽ, നിങ്ങളുടെ മണ്ഡലങ്ങളിൽ അതിനാവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നിങ്ങളുടെ എല്ലാം ഭാഗത്തുനിന്നുണ്ടാകണേ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ, സ്വലിഹായ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരെയും നാളെ പരലോകത്ത് കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റും കുറ്റങ്ങളും പാപങ്ങളും പിഴവുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറെ ഈമാനോടെ, ആത്മാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ, തഖ്വയോടെ അള്ളാഹനെ സൂക്ഷിച്ചും പേടിച്ചും അതിലൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കൂടുതൽ നന്നാകാൻ, നമുക്കൊക്കെ അവനവനെ കൂടുതൽ സംസ്കരിക്കാൻ, നല്ല ആളുകളായി മാറാൻ അത് നമ്മളുടെ ആഗ്രഹമാണ്. അള്ളാഹു അതിനെ നമ്മളെ സഹായിക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മളോട് പ്രാർത്ഥിക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്തവർ, അള്ളാഹു അവരുടെ രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.